നമസ്കാരം. 2026 ആണ്ട് നിങ്ങൾ ഓരോ നാളുകാർക്കും എപ്രകാരമായിരിക്കുന്നുവെന്നാണ് പറയാൻ പോകുന്നത്. കൊല്ലവർഷം 1201 ആണ്ട് ധനുമാസം 17 വ്യാഴാഴ്ച രോഹിണി നക്ഷത്രം വരുന്ന ദിവസമാണ് 2026 ജനുവരി 1 വരുന്നത്. ആ സമയത്ത് വ്യാഴം മിഥുനൻ രാശിയിൽ ആയിരിക്കും, ശനി മീനൻ രാശിയിലായിരിക്കും, രാഹു കുംഭൻ രാശിയിലും കേതു ചിങ്ങൻ രാശിയിലും ആയിരിക്കും. ദീർഘകാലത്തേക്ക് രാശിവാസം ചെയ്യുന്ന പ്രധാന ഗ്രഹങ്ങളുടെ ആ സമയത്തുള്ള സ്ഥാനസ്ഥിതി ഇപ്രകാരമൊക്കെ ആയിരിക്കും. ഇനി ഓരോ നാളുകാർക്കും എങ്ങനെയുണ്ടെന്ന് നോക്കാം. അശ്വതി നക്ഷത്രക്കാർക്ക് ഗുണദോഷ സമ്മിശ്രമായിരിക്കുന്നതായ പൊതുവായ സമയമാണ്. പ്രവർത്തന രംഗത്ത് ചില നേട്ടങ്ങളൊക്കെ ഉണ്ടാകും. തൊഴിൽപരമായിട്ട് അനുകൂലമായ മാറ്റങ്ങൾക്ക് സാധ്യതയുണ്ട്. സാമ്പത്തിക പുരോഗതി കൈവരിക്കാനായിട്ടുള്ള അവസരങ്ങൾ ഉണ്ടാകും. നിങ്ങളുടെ മനസ്സിൽ ദീർഘകാലമായി കടന്നു വരുന്ന ചില കണക്കുകൂട്ടലുകളൊക്കെ ശരിയാകാനുള്ള സാധ്യത കാണുന്നുണ്ട്. വളരെ കാലമായി ആഗ്രഹിക്കുന്ന ലക്ഷ്യങ്ങൾ നേടിയെടുക്കാനായിട്ട് നിങ്ങളെക്കൊണ്ട് സാധിക്കുന്നതുമാണ്. പുതിയ ജോലിക്ക് ശ്രമിക്കുന്നവർക്കത് അധികം വൈകാതെ നടക്കുന്നതാണ്. നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ നല്ല ജോലിയിൽ പ്രവേശിക്കുവാൻ നിങ്ങൾക്ക് അവസരമുണ്ടാകും. വിദേശ തൊഴിലിന് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് അതും സാധിക്കുന്നതിന് അവസരമുണ്ടാകും. വിവിധ മേഖലകളിൽ അന്യദേശങ്ങളിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക് പല രീതിയിലുള്ള ചില പ്രതികൂല സാഹചര്യങ്ങൾ ഉണ്ടായേക്കാം. കർമ്മരംഗത്ത് കൂടുതൽ ജാഗ്രത നിങ്ങളെ സംബന്ധിച്ച് ഉണ്ടായിരിക്കേണ്ടതാണ്. കച്ചവട രംഗത്ത് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നവർക്ക് അപ്രതീക്ഷിതമായ തടസ്സങ്ങളോ പ്രതികൂല അവസ്ഥകളോ ഉണ്ടാകാം. നിങ്ങളുടെ ബിസിനസ്സിൻ്റെ വ്യാപ്തി കുറഞ്ഞു വരാം. കച്ചവടം കുറയുന്നതായിട്ട് അനുഭവപ്പെടാനുള്ള സാധ്യതയുണ്ട്. അപ്രതീക്ഷിതമായ ധനനഷ്ടങ്ങൾക്കുള്ള സാധ്യതയും. വളരെ ആലോചിച്ചും ശ്രദ്ധിച്ചും തീരുമാനങ്ങൾ എടുക്കണം. യാത്രാക്ലേശം, അലച്ചിൽ ഇവയൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ആരോഗ്യകാര്യങ്ങളിൽ ശ്രദ്ധിക്കേണ്ടതാണ്. നിങ്ങളുടെ ജനന തീയതിയും സമയവും അനുസരിച്ചുള്ള സമഗ്രമായ രാശി ചിന്തയിലൂടെ വസ്തുതകൾ വിശദമായി അറിഞ്ഞ് ഉചിതമായ പരിഹാരങ്ങൾ കണ്ടെത്തി അത് നടപ്പിലാക്കുന്നതായാൽ ഈ വർഷം നിങ്ങൾക്ക് വളരെ നേട്ടങ്ങളും ഉയർച്ചയും കൈവരിക്കാനുള്ള അവസരം കാണുന്നുണ്ട്. ഭരണി നാളുകാരെ സംബന്ധിച്ച് 2026 എങ്ങനെയുണ്ടെന്ന് നോക്കിയാൽ ഗുണദോഷ സമ്മിശ്രമാണ്. പൊതുവെ ഗുണങ്ങളും ദോഷങ്ങളും ഇടകലർന്ന സാമാന്യമായ അവസ്ഥയാണ് ഇപ്പോഴുള്ളത്. എല്ലാ കാര്യങ്ങളും വിചാരിക്കുന്നത് പോലെ കൃത്യമായിട്ട് വേഗം നടക്കണമെന്നില്ല. അപ്രതീക്ഷിതമായിട്ട് പല കാര്യങ്ങളിലും തടസ്സങ്ങളൊക്കെ ഉണ്ടാകാം. പുതിയ ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് ഒരല്പം കാലതാമസം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. നിങ്ങളുടെ പ്രവർത്തന രംഗത്ത് അത്ര അനുകൂലമല്ലാത്ത പല മാറ്റങ്ങളും ഉണ്ടായിത്തീരാനുള്ള സാധ്യതയാണ് ഉള്ളത്. സാമ്പത്തിക നഷ്ടങ്ങൾ അനുഭവപ്പെടാം. യാത്രാക്ലേശം, അലച്ചിൽ ഇവയൊക്കെ വന്നു ചേരാനുള്ള സാധ്യത കാണുന്നുണ്ട്. വിദേശ രാജ്യങ്ങളിൽ ജോലിക്ക് പോകാൻ ശ്രമിക്കുന്നവർക്കും അതിന് ചില
തടസ്സങ്ങളോ താമസങ്ങളോ ഒക്കെ ഉണ്ടാകാം. അങ്ങനെയുള്ള ശ്രമങ്ങളിൽ സാമ്പത്തിക നഷ്ടങ്ങളോ മറ്റ് അബദ്ധങ്ങളോ ഉണ്ടാകാതെ സൂക്ഷിക്കേണ്ടതാണ്. വിവാഹ ആലോചനകൾ നടക്കുന്നവർക്ക് ഒരല്പം കാലതാമസത്തിന് സാധ്യതയുണ്ട്. എങ്കിലും പരിശ്രമം തുടരുക. കച്ചവട രംഗത്ത് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നവർക്ക് ഗുണദോഷ സമ്മിശ്രമായ സമയമാണ്. വളരെ നല്ലതുപോലെ പരിശ്രമിച്ച് മുമ്പോട്ട് പോകേണ്ടതാണ്. എന്നാൽ സാമ്പത്തിക ഇടപാടുകൾ വളരെ ശ്രദ്ധിച്ച് നടത്തിയില്ലെങ്കിൽ നഷ്ടങ്ങൾക്ക് സാധ്യത കാണുന്നുണ്ട്. അതിനാൽ വളരെ സൂക്ഷ്മതയോടുകൂടി എല്ലാ കാര്യങ്ങളും ചെയ്യേണ്ടതാണ്. ആരോഗ്യകാര്യങ്ങളിൽ പ്രത്യേകം ശ്രദ്ധിക്കുക. ബന്ധങ്ങൾ നിലനിർത്തിക്കൊണ്ട് പോകുന്ന കാര്യത്തിലും കൂടുതൽ ശ്രദ്ധയോടുകൂടിയ പരിശ്രമം ആവശ്യമാണ്. നിങ്ങളുടെ സമഗ്രമായ രാശിചിന്ത ചെയ്യുന്നതിലൂടെ വസ്തുതകൾ അറിഞ്ഞ് ഉചിതമായ പ്രതിവിധികൾ കണ്ടെത്തി ചെയ്യുന്നതായാൽ ഈ വർഷം നിങ്ങൾക്ക് എല്ലാ രീതിയിലുമുള്ള പുരോഗതിയും നേടിയെടുക്കാനായിട്ട് സാധിക്കുന്നതാണ്. കാർത്തിക നാളുകാരെ സംബന്ധിച്ച് 2026 ആരംഭകാലം പൊതുവെ നല്ലതാണ്. തൊഴിൽ രംഗത്ത് വളരെ അനുകൂലമായ മാറ്റങ്ങൾക്ക് സാധ്യതയുണ്ട്. സാമ്പത്തിക നേട്ടങ്ങളുണ്ടാകും. നല്ല പുരോഗതി കൈവരിക്കാനായിട്ട് അവസരം വന്നു ചേരുകയും ചെയ്യും. നിങ്ങളിൽ പലർക്കും നൂതനമായ സംരംഭങ്ങൾ തുടങ്ങുന്നതിനുള്ള അവസരം വന്നു ചേരുന്നതുമാണ്. പുതിയ ജോലിക്ക് വേണ്ടി ശ്രമിക്കുന്നവർക്ക് അത് സാധിക്കുന്നതാണ്. ആഗ്രഹിക്കുന്നത് പോലെ നല്ല ജോലിയിൽ പ്രവേശിക്കാൻ അവസരം വന്നു ചേരും. നിങ്ങളിൽ വിദേശ രാജ്യത്തേക്ക് ജോലി അന്വേഷിച്ച് പരിശ്രമിക്കുന്നവർക്ക് അതിനുള്ള അവസരവും ഉടനെ ലഭിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. നല്ല ജോലി കിട്ടാനുള്ള സാധ്യതയുണ്ട്. വിവിധ മേഖലകളിൽ അന്യരാജ്യങ്ങളിൽ ജോലി ചെയ്യുന്നവർക്കും ഗുണകരമായിട്ടുള്ള സമയമാണ് കാണുന്നത്. നിങ്ങൾക്ക് ജോലിയിൽ സ്ഥാനക്കയറ്റം, സാമ്പത്തിക പുരോഗതി, കൂടുതൽ സൗകര്യങ്ങൾ ലഭിക്കുക, നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള വാസസ്ഥലം നേടിയെടുക്കാൻ സാധിക്കുക തുടങ്ങിയ പല വിധത്തിലുള്ള ഗുണാനുഭവങ്ങൾ നിങ്ങൾക്ക് അവിടെ ഉണ്ടാകുന്നതായിട്ട് കാണുന്നുണ്ട്. സ്വന്തമായി വിവിധ മേഖലകളിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നവർക്കും ഈ 2026 വളരെയധികം നേട്ടങ്ങൾ ഉണ്ടാകുന്നതായിട്ട് കാണുന്നുണ്ട്. സാമ്പത്തിക പുരോഗതി കൈവരിക്കാൻ അവസരം ലഭിക്കുകയും ചെയ്യും. ഗൃഹനിർമ്മാണം ആഗ്രഹിക്കുന്നവർക്ക് അത് പൂർത്തീകരിച്ച് താമസം തുടങ്ങാൻ അവസരം ലഭിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. കലാരംഗത്ത് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നവർക്കും നല്ല ഉയർച്ചയും പുരോഗതിയും അഭിവൃദ്ധിയും ഈ വർഷം നിങ്ങളെ തേടിയെത്തുന്നതായിട്ട് കാണുന്നുണ്ട്. ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് വളരെയധികം നേട്ടങ്ങളുണ്ടാകും. നിങ്ങളുടെ കർമ്മരംഗം കൂടുതൽ വിപുലീകരിക്കാൻ അവസരമുണ്ടാകും. നിങ്ങളുടെ ബിസിനസ്സിൻ്റെ വ്യാപ്തി വർദ്ധിച്ചു വരും. ജീവിതത്തിൽ ആഗ്രഹിക്കുന്നത് പോലെ വലിയ നേട്ടങ്ങൾ കൈവരിക്കാനായിട്ട് സാധിക്കുകയും ചെയ്യും. നിങ്ങളെ സംബന്ധിച്ച് ജീവിതത്തിൽ വളരെ വിസ്മയകരമായ അഭിവൃദ്ധി കൈവരിക്കുന്നതിന് പര്യാപ്തമായ ഒരു നല്ല കാലഘട്ടമാണ് വരാൻ പോകുന്നത്. നന്നായി പരിശ്രമിച്ച് മുമ്പോട്ട് പോവുക. നിങ്ങളുടെ ജനനത്തീയതിയും സമയവും അനുസരിച്ച് രാശിചിന്ത ചെയ്ത് ഉചിത പ്രതിവിധി കണ്ടെത്തി മുമ്പോട്ട് പോകുന്നതായാൽ എല്ലാ രീതിയിലുമുള്ള അഭിവൃദ്ധിയും കൈവരിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. രോഹിണി നാളുകാർക്ക് വളരെ നിർണായകമായിട്ടുള്ള ഒരു വർഷമാണ് 2026. നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകാവുന്നതായ ഒരു കാലഘട്ടമായിട്ട് കാണുന്നുണ്ട്. സുപ്രധാനമായ ടേണിംഗ് പോയിന്റ് വന്നു ചേരാവുന്ന ഒരു സന്ദർഭമാണ് വരുന്നത്. നിങ്ങൾക്ക് തൊഴിൽ രംഗത്ത് വളരെ വലിയ ഉയർച്ചയും പുരോഗതിയും അഭിവൃദ്ധിയും കൈവരിക്കുന്ന ഒരു സമയമാണ്. കർമ്മരംഗത്ത് വളരെ അനുകൂലമായിട്ടുള്ള നല്ല മാറ്റങ്ങൾ ഉണ്ടാകുന്നതായിട്ട് കാണുന്നുണ്ട്. പുതിയ ജോലിക്ക് വേണ്ടി ശ്രമിക്കുന്നവർക്ക് ഉടനെ അത് സാധിക്കുന്നതാണ്. ആഗ്രഹിക്കുന്നത് പോലെ നല്ല ജോലിയിൽ പ്രവേശിക്കുവാൻ അവസരമുണ്ടാകുന്നു. വിദേശ രാജ്യങ്ങളിൽ ജോലിക്ക് പോകാൻ ശ്രമിക്കുന്നവർക്ക് അതിനും അവസരമുണ്ടാകുന്നതായിട്ട് കാണുന്നുണ്ട്. നല്ല നിലയിൽ ജോലിയിൽ പ്രവേശിക്കുവാൻ നിങ്ങൾക്ക് സന്ദർഭം ലഭിക്കുന്നതാണ്.
അന്യരാജ്യങ്ങളിൽ IT, ബിസിനസ് തുടങ്ങി വിവിധ മേഖലകളിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക് വളരെ നേട്ടങ്ങൾ ഉണ്ടാകാവുന്ന ഒരു സമയമാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ ജോലിയിൽ സ്ഥാനക്കയറ്റവും ഉയർച്ചയും പുരോഗതിയും ശമ്പള വർധനവും ലഭിക്കുന്നതിനോടൊപ്പം ആഗ്രഹിക്കുന്ന രീതിയിലുള്ള വാസസ്ഥാനം ലഭിക്കുക, നല്ല വാഹനം, ജീവിതത്തിൽ കൂടുതൽ സൗകര്യങ്ങൾ അവിടെ ലഭിക്കുക തുടങ്ങിയ ഒട്ടേറെ ഗുണാനുഭവങ്ങൾ ഉണ്ടാകാവുന്ന ഒരു ലക്ഷണം കാണുന്നുണ്ട്. ബിസിനസ് രംഗത്ത് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നവർക്ക് വളരെ നേട്ടങ്ങൾ ഉണ്ടാകുന്നതാണ്. സാമ്പത്തികമായി വലിയ പുരോഗതി കൈവരിക്കാൻ അവസരമുണ്ടാകും. നിങ്ങളുടെ ജീവിതത്തിൽ ദീർഘകാലമായി ആഗ്രഹിച്ചു കൊണ്ടിരിക്കുന്ന ലക്ഷ്യങ്ങൾ നേടിയെടുക്കാൻ അവസരമുണ്ടാകും. നിങ്ങളുടെ ബിസിനസ്സിൻ്റെ വ്യാപ്തി വർദ്ധിച്ചു വരുന്നതാണ്. അപ്രതീക്ഷിതമായ ഒട്ടേറെ നേട്ടങ്ങൾ നിങ്ങളെ തേടിയെത്താവുന്ന ഒരു കാലഘട്ടമാണ്. വിവാഹ ആലോചനകൾ നടക്കുന്നവർക്ക് അധികം വൈകാതെ തീരുമാനമുണ്ടാകുന്നതാണ്. ജീവിതത്തിൽ വളരെ സന്തോഷവും ആനന്ദവും അനുഭവപ്പെടാൻ സാധ്യതയുള്ള ഒരു കാലഘട്ടമായിട്ട് കാണുന്നുണ്ട്. കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് വളരെ സമുന്നതമായ നേട്ടങ്ങൾ കൈവരിക്കാൻ അവസരമുണ്ടാകും. ഔദ്യോഗിക രംഗത്ത് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നവർക്കും സ്ഥാനക്കയറ്റം, ആഗ്രഹിക്കുന്ന രീതിയിലുള്ള സ്ഥലം മാറ്റം തുടങ്ങിയ പല ഗുണങ്ങളും വന്നു ചേരുന്നതായിട്ട് കാണുന്നുണ്ട്. എല്ലാ കാര്യങ്ങളിലും വളരെ ആലോചിച്ച് ശ്രദ്ധാപൂർവം തീരുമാനമെടുത്ത് മുമ്പോട്ട് പോകേണ്ടതായ സമയമാണ്. ജീവിതത്തിൽ വളരെ സുപ്രധാനമായ മാറ്റങ്ങളുടെ കാലഘട്ടമാണ്. കുടുംബത്തിൽ കാവുകളോ മറ്റ് ദേവസ്ഥാനങ്ങളോ നിലനിർത്തി പോരുന്നവർ അതിൻ്റെ ഗുണദോഷാവസ്ഥകൾ ശരിയായി ചിന്തിച്ച് ഉചിത പരിഹാരങ്ങളൊക്കെ ചെയ്യേണ്ടതാണ്. വ്യക്തിപരമായി നിങ്ങളുടെ ജനന തീയതിയും സമയവും അനുസരിച്ചുള്ള രാശി വിചിന്തനം നടത്തി ശരിയായ പരിഹാരങ്ങൾ കണ്ടെത്തി ചെയ്യുന്നതായാൽ എല്ലാ രീതിയിലും വലിയ നേട്ടങ്ങൾ ഈ വർഷം ഉണ്ടാകുന്നതാണ്. മകയിരം നക്ഷത്രക്കാർക്ക് 2026 പൊതുവെ ഗുണദോഷ സമ്മിശ്രമായിരിക്കുന്നതായ ഒരു കാലസ്ഥിതിയാണ് കാണിക്കുന്നത്. കർമ്മരംഗത്ത് ചില കാര്യങ്ങളിലൊക്കെ മന്ദത അനുഭവപ്പെടാം. തൊഴിൽപരമായിട്ട് ചില പ്രതികൂല സാഹചര്യങ്ങൾക്ക് സാധ്യത കാണുന്നുണ്ട്. പുതിയ ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് ഒരല്പം കാലതാമസം ഉണ്ടായേക്കാം. അന്യദേശങ്ങളിൽ ജോലിക്ക് പോകാൻ ശ്രമിക്കുന്നവർക്കും ഒരു ചെറിയ തടസ്സമോ കാലതാമസമോ ഒക്കെ ഉണ്ടാകാവുന്നതാണ്. അങ്ങനെയുള്ള ശ്രമങ്ങളിൽ നഷ്ടങ്ങളോ പോരായ്മകളോ ഉണ്ടാകാതെ വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. കച്ചവടക്കാർക്ക് സാമ്പത്തിക നഷ്ടങ്ങളും മറ്റ് പ്രതികൂല സാഹചര്യങ്ങളും ഉണ്ടാകാവുന്ന ഒരു കാലഘട്ടമാണ്. യാത്രാക്ലേശം, അലച്ചിൽ ഇവയൊക്കെ അനുഭവപ്പെടുന്നതിന് സാധ്യത കാണുന്നുണ്ട്. നൂതന സംരംഭങ്ങൾ തുടങ്ങുന്നതിന് ശ്രമിക്കുന്നവർ വളരെ വ്യക്തമായി പഠനങ്ങൾ ചെയ്തു വേണം അതിലേക്ക് ഇറങ്ങിത്തിരിക്കാൻ. എല്ലാ കാര്യങ്ങളും കൃത്യമായി ഉദ്ദേശിച്ച പോലെ നടക്കണമെന്ന് ഇല്ല. ആരോഗ്യകാര്യങ്ങളിൽ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക. യാത്രാക്ലേശവും അലച്ചിലും അനുഭവപ്പെടാവുന്നതിനാൽ വളരെ സൂക്ഷ്മത ഉണ്ടായിരിക്കേണ്ടതാണ്. വിദ്യാർത്ഥികൾ പഠനകാര്യങ്ങളിൽ കൂടുതൽ സൂക്ഷ്മത കാണിക്കേണ്ടത് ആവശ്യമായിട്ട് കാണുന്നുണ്ട്. കുടുംബ ബന്ധങ്ങളിലും മറ്റും കൂടുതൽ ശ്രദ്ധയും സൂക്ഷ്മതയും പാലിക്കേണ്ട സമയമാണ്. അവനവൻ്റെ അശ്രദ്ധയും ആലോചനക്കുറവും കാരണം ചില പ്രയാസങ്ങൾ ഉണ്ടാകാവുന്ന ഒരു സാധ്യത കാണുന്നുണ്ട്. ദീർഘകാലമായി ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ചില ലക്ഷ്യങ്ങൾ നേടിയെടുക്കാൻ അവസരം ഉണ്ടാകുന്നതാണ്. എല്ലാ കാര്യങ്ങളെപ്പറ്റിയും വളരെ ശ്രദ്ധിച്ച് പഠിച്ചു മനസ്സിലാക്കി മുമ്പോട്ട് പോകുന്നതിന് കരുതലെടുക്കേണ്ടതാണ്. സൂക്ഷ്മമായുള്ള നിങ്ങളുടെ ജനനത്തീയതിയും സമയവും അനുസരിച്ച് രാശി ചിന്ത ചെയ്ത് ശരിയായ പരിഹാരങ്ങൾ കണ്ടെത്തി അനുഷ്ഠിക്കുന്നത് വളരെ ഗുണം ചെയ്യും. തിരുവാതിര നാളുകാർക്ക് 2026 ഗുണങ്ങളും ദോഷങ്ങളും ഇടകലർന്ന ഒരു സമയം തന്നെയാണ്. തൊഴിൽ രംഗത്ത് ചില പ്രയോജനങ്ങളൊക്കെ ഉണ്ടാകും. കർമ്മരംഗത്ത് നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലുള്ള മാറ്റങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നുണ്ട്. നിങ്ങളുടെ തൊഴിൽ മേഖലയിൽ പൊതുവെ അനുകൂലമായിട്ടുള്ള പല മാറ്റങ്ങളും ഈ വർഷം അനുഭവപ്പെടുന്നതാണ്. എന്നാൽ പുതിയ ജോലിക്ക് വേണ്ടി ശ്രമിച്ചു കൊണ്ടിരിക്കുന്നവർക്ക്
പ്രതീക്ഷിച്ചതുപോലെ വേഗം അത് നടക്കണമെന്നില്ല. അപ്രതീക്ഷിതമായ തടസ്സങ്ങൾ പല രീതിയിലും അനുഭവപ്പെടാം. വിദേശ ജോലിക്ക് വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നവർക്കും ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ തടസ്സങ്ങളൊക്കെ ഉണ്ടാകാം. വളരെ ശ്രദ്ധിച്ച് പരിശ്രമം തുടർന്ന് മുമ്പോട്ട് കൊണ്ടുപോകേണ്ടതാണ്. അന്യ രാജ്യങ്ങളിൽ IT മേഖലയിലായാലും ബിസിനസ് മേഖലയിലായാലും ഒക്കെ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നവരെ സംബന്ധിച്ച് പല ബുദ്ധിമുട്ടുകളും അനുഭവപ്പെടാം. നിങ്ങൾക്ക് നിങ്ങളുടെ കർമ്മരംഗത്ത് കൂടുതൽ ജോലിഭാരം വന്നു ചേരുക, പല രീതിയിലുള്ള പ്രയാസങ്ങൾ, മാനസികമായ അസ്വസ്ഥതകൾ, മേലുദ്യോഗസ്ഥരിൽ നിന്നുണ്ടാകുന്ന സമ്മർദ്ദങ്ങൾ തുടങ്ങിയ പല പ്രയാസങ്ങളും അനുഭവപ്പെടാൻ സാധ്യതയുണ്ട്. ക്ഷമയോടെയും ശ്രദ്ധയോടെയും അതിനെ തരണം ചെയ്യാനായിട്ട് വേണ്ട പരിശ്രമങ്ങൾ നടത്തുക. കച്ചവടക്കാർക്ക് അപ്രതീക്ഷിതമായ ധനനഷ്ടങ്ങൾ ഉണ്ടാകാവുന്ന ഒരു സമയമാണ്. നിങ്ങളുടെ കച്ചവട മേഖലയെപ്പറ്റി ആഴത്തിൽ പഠിച്ചു മനസ്സിലാക്കി തന്നെ ആ കാര്യങ്ങളിൽ പ്രവർത്തിച്ച് മുമ്പോട്ട് പോകേണ്ടതാണ്. കാരണം നിങ്ങളുടെ അശ്രദ്ധ, നിങ്ങളുടെ കാര്യങ്ങളിലുള്ള അറിവ് കുറവ്, ഇതൊക്കെ തന്നെ നിങ്ങൾക്ക് പ്രതികൂലമായിട്ടുള്ള ചില സാഹചര്യങ്ങൾക്ക് ഇടയാക്കിയേക്കാം. സാമ്പത്തിക നഷ്ടങ്ങളും പല രീതിയിലുള്ള കാര്യപരാജയങ്ങളും ബുദ്ധിമുട്ടുകളുമൊക്കെ ഇതിൽ നിന്ന് ഉണ്ടാകാവുന്നതായിട്ട് കാണുന്നുണ്ട്. പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ കൂടുതൽ ശ്രദ്ധ നൽകേണ്ടത് ആവശ്യമാണ്. സമയം പൂർണ്ണമായിട്ടും അനുകൂലമല്ലാത്തത് കൊണ്ട് നിങ്ങൾ വിചാരിക്കുന്ന രീതിയിൽ മുമ്പോട്ട് പോകാൻ കഴിഞ്ഞെന്ന് വരില്ല. അത് നിങ്ങളുടെ ഉപരിപഠനത്തെയൊക്കെ ബാധിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് പഠനകാര്യങ്ങളിൽ കുറച്ചുകൂടി കൂടുതലായിട്ട് ശ്രദ്ധാജാഗ്രതകൾ കൊടുത്ത് മുമ്പോട്ട് പോകേണ്ടതാണ്. നിങ്ങളിൽ പലർക്കും നൂതന സംരംഭങ്ങൾ തുടങ്ങുവാനുള്ള അവസരം വന്നു ചേർന്നെന്നിരിക്കും. നന്നായി പഠിച്ചു മനസ്സിലാക്കി കാര്യങ്ങൾ ചെയ്യേണ്ടതാണ്. കലാരംഗത്ത് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നവർക്ക് അശ്രദ്ധ കൊണ്ട് ചില പ്രയാസങ്ങളൊക്കെ ഉണ്ടായേക്കാം. എല്ലാം വളരെ സൂക്ഷ്മതയോടുകൂടി ശ്രദ്ധിച്ച് ചെയ്യേണ്ടതാണ്. സാമ്പത്തിക ഇടപാടുകളിൽ വളരെ ജാഗ്രത പാലിച്ച് മുമ്പോട്ട് പോകേണ്ടത് അത്യാവശ്യമാണ്. ഗൃഹനിർമ്മാണം നടത്തിക്കൊണ്ടിരിക്കുന്നവർ പാഴ്ചെലവുകളും മറ്റും ഉണ്ടാകാതെ വളരെ സൂക്ഷ്മത പാലിക്കുക. കുടുംബത്തിൽ കാവുകളോ മറ്റ് ദേവസ്ഥാനങ്ങളോ പുലർത്തിപ്പോരുന്നവർ അതിൻ്റെ ഗുണദോഷ ചിന്തകൾ ശരിയായി നടത്തി ഉചിത പരിഹാരങ്ങളൊക്കെ ചെയ്യേണ്ടതാണ്. സമഗ്രമായി നിങ്ങളുടെ സൂര്യരാശി ചിന്ത ചെയ്ത് ഉചിത പരിഹാരങ്ങൾ കണ്ടെത്തി ചെയ്ത് മുമ്പോട്ട് പോകുന്നതായാൽ ഈ വർഷം എല്ലാ പുരോഗതിയും നേടിയെടുക്കാൻ അവസരമുണ്ടാകും. പുണർതം നാളുകാർക്ക് 2026 ആണ്ട് പൊതുവെ അനുകൂലമായിരിക്കും. പല കാര്യങ്ങളിലും നിങ്ങളുടെ കർമ്മരംഗത്ത് ഗുണകരമായിട്ടുള്ള നല്ല മാറ്റങ്ങൾ വന്നു ചേരുന്നതായിട്ട് കാണുന്നുണ്ട്. തൊഴിൽ രംഗത്ത് അനുകൂലമായിട്ടുള്ള പല നേട്ടങ്ങളും ഉണ്ടാകും. വിവിധ മേഖലകളിൽ സ്വന്തമായി തൊഴിലുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക് അപ്രതീക്ഷിതമായ ഉയർച്ചയും പുരോഗതിയും വളർച്ചയുമൊക്കെ കൈവരിക്കാനായിട്ട് അവസരമുണ്ടാകും. പുതിയ ജോലിയിൽ പ്രവേശിക്കുവാൻ വേണ്ടി പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്നവർക്ക് അതിനുള്ള അവസരം വന്നു ചേരുന്നതാണ്. നിങ്ങളിൽ പലർക്കും ആഗ്രഹിക്കുന്ന രീതിയിൽ നല്ല ജോലി ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. എന്നാൽ വിദേശ രാജ്യങ്ങളിൽ ജോലിക്ക് വേണ്ടി ശ്രമിച്ചു കൊണ്ടിരിക്കുന്നവർക്ക് ചില തടസ്സങ്ങളൊക്കെ ഉണ്ടായേക്കാം. അങ്ങനെയുള്ള ശ്രമങ്ങളിൽ സാമ്പത്തിക നഷ്ടങ്ങളോ മറ്റ് പോരായ്മകളോ ഉണ്ടാകാതെ വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ്. കച്ചവടങ്ങളും മറ്റും ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക് ഈ സമയം അത്ര ഗുണകരമായിരിക്കുകയില്ല. അവൻ്റെ അശ്രദ്ധയും ആലോചനക്കുറവും കാരണം പല ബുദ്ധിമുട്ടുകളും ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. സാമ്പത്തിക ഇടപാടുകൾ വളരെ ശ്രദ്ധിച്ച് തന്നെ നടത്തേണ്ടത് ആവശ്യമായിട്ട് കാണുന്നുണ്ട്. നിങ്ങളുടെ കർമ്മരംഗത്തെപ്പറ്റി അഥവാ നിങ്ങളുടെ ബിസിനസ് മേഖലയെപ്പറ്റി വളരെ ആഴത്തിൽ പഠിച്ചു മനസ്സിലാക്കിക്കൊണ്ട് വേണം മുമ്പോട്ട് പോകേണ്ടത്. വ്യക്തിപരമായിട്ട് നിങ്ങളുടെ ബന്ധങ്ങൾ നിലനിർത്തുന്നതിന് നല്ല രീതിയിൽ പരിശ്രമിക്കേണ്ട ഒരു ആവശ്യം കാണുന്നുണ്ട്. മനസ്സിന് പ്രയാസകരമായിട്ടുള്ള പല അനുഭവങ്ങളും ഉണ്ടായേക്കാം.
അസ്വസ്ഥതകൾ പലതും അനുഭവപ്പെടാവുന്ന ഒരു കാലഘട്ടമാണ്. എല്ലാവരോടും വളരെ ശ്രദ്ധയോടെയും കരുതലോടെയും ഇടപെട്ട് മുമ്പോട്ട് പോവുക. സംഭാഷണങ്ങളിൽ വേണ്ടത്ര കരുതലും മിതത്വവും ശീലിക്കുന്നത് നന്നായിരിക്കും. ആരോഗ്യകാര്യങ്ങളിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ആവശ്യമാണ്. യാത്രാക്ലേശം, അലച്ചിൽ ഇവയൊക്കെ കുറയ്ക്കാനായിട്ട് വേണ്ട പരിശ്രമങ്ങൾ നടത്തണം. ഗൃഹനിർമ്മാണം നടത്തിക്കൊണ്ടിരിക്കുന്നവർ കൂടുതൽ ശ്രദ്ധ വച്ചു പുലർത്തേണ്ടത് ആവശ്യമാണ്. പാഴ്ചെലവുകൾ ഒഴിവാക്കുന്നതിനും സാമ്പത്തികമായ നഷ്ടങ്ങൾ, ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കുന്നതിനുമൊക്കെ ഇത് ആവശ്യമാണ്. നിങ്ങളുടെ ജീവിതത്തിൽ അപ്രതീക്ഷിതമായ ചില വഴിത്തിരിവുകളുടെ ഒരു കാലഘട്ടം തന്നെയാണ് ഇത്. അതുകൊണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളിലെല്ലാം വളരെ നന്നായി ആലോചിച്ച് ചിന്തിച്ച് തീരുമാനമെടുക്കേണ്ടതാണ്. ജീവിതത്തിൽ നിർണായകമായ സന്ദർഭങ്ങളിൽ നിങ്ങൾ എടുക്കുന്ന തീരുമാനങ്ങൾ തെറ്റാനിടയായാൽ അത് നിങ്ങളുടെ ജീവിതത്തെ ഉടനീളം ബാധിക്കുന്നതിന് സാധ്യതയുണ്ട്. അതുകൊണ്ട് നിങ്ങളുടെ ജനനത്തീയതിയും സമയവും അനുസരിച്ചുള്ള സമഗ്രമായ രാശിചിന്ത ചെയ്ത് ഉചിതമായ പ്രതിവിധികളൊക്കെ കണ്ടെത്തി അതനുഷ്ഠിച്ച് മുമ്പോട്ട് പോകുന്നതായാൽ ഈ വർഷം കൂടുതൽ ഉയർച്ചയും പുരോഗതിയും നേടിയെടുക്കാൻ നിങ്ങളെക്കൊണ്ട് സാധിക്കുക തന്നെ ചെയ്യും. പൂയം നാളുകാർക്ക് 2026 ആണ്ടിൻ്റെ ആരംഭ കാലഘട്ടമൊക്കെ പൊതുവെ ഗുണദോഷ സമ്മിശ്രമായിരിക്കുന്ന ഒരു സമയമാണ്. എല്ലാ കാര്യങ്ങളും നിങ്ങൾ വിചാരിക്കുന്നത് പോലെ തന്നെ കൃത്യമായിട്ട് നടന്നുകൊള്ളണമെന്നില്ല. അപ്രതീക്ഷിതമായ തടസ്സങ്ങൾ പല കാര്യങ്ങളിലും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. നിങ്ങളുടെ തൊഴിൽ രംഗത്ത് അത്ര ഗുണകരമല്ലാത്ത മാറ്റങ്ങൾ വന്നു ചേരാവുന്നതാണ്. അതുകൊണ്ട് സാഹചര്യങ്ങൾ നന്നായി പഠിച്ചു മനസ്സിലാക്കി മുമ്പോട്ട് പോകേണ്ടത് വളരെ ആവശ്യമാണ്. നല്ല ജോലിക്ക് വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് ഒരല്പം കാത്തിരിക്കേണ്ടതായിട്ടൊക്കെ വന്നേക്കാം. നിങ്ങൾ ഉദ്ദേശിക്കുന്നത് പോലെ പെട്ടെന്ന് ജോലി കിട്ടണമെന്നില്ല. വിദേശ രാജ്യങ്ങളിൽ ജോലിക്ക് പോകാൻ വേണ്ടി പരിശ്രമിക്കുന്നവർക്കും ഇത് ബാധകമാണ്. ഒരല്പം കാലതാമസമൊക്കെ അനുഭവപ്പെടുന്നതിനുള്ള സാധ്യത വളരെ കാണുന്നുണ്ട്. അന്യദേശങ്ങളിൽ IT മേഖലയിലായാലും ബിസിനസ് മേഖലയിലായാലും വിവിധ രംഗങ്ങളിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നവർ കൂടുതൽ ശ്രദ്ധ നൽകുക. നിങ്ങളുടെ അശ്രദ്ധയും ആലോചനക്കുറവും കാരണം നിങ്ങളുടെ കർമ്മരംഗത്ത് പല പോരായ്മകളും ഉണ്ടാകാം. അതൊക്കെ നിങ്ങളുടെ ജോലിയെ തന്നെ പ്രതികൂലമായിട്ട് ബാധിച്ചേക്കാം. കച്ചവടക്കാർ കൂടുതൽ ശ്രദ്ധിക്കേണ്ടതാണ്. നിങ്ങളുടെ ബിസിനസ് കുറഞ്ഞു പോകാൻ സാധ്യതയുള്ളതായിട്ട് കാണുന്നുണ്ട്. അവസരങ്ങൾ നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട്. നിങ്ങളുടെ കസ്റ്റമർമാരുമായിട്ടുള്ള ബന്ധം നല്ല രീതിയിൽ തുടർന്നു കൊണ്ടുപോകുന്നതിന് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട സമയവും കൂടിയാണിത്. ബിസിനസ് കുറഞ്ഞു പോകുന്നതും അങ്ങനെ വരുമാനത്തിൽ കുറവുണ്ടാകുന്നതും സാമ്പത്തിക നഷ്ടങ്ങൾ വന്നു ചേരുന്നതുമെല്ലാം നിങ്ങളെ പ്രതികൂലമായി ബാധിച്ചേക്കാം. അതുകൊണ്ട് വളരെ കരുതലോടുകൂടി എല്ലാ കാര്യങ്ങളും ചെയ്ത് മുമ്പോട്ട് പോവുക. വിദ്യാർത്ഥികൾക്ക് പഠനകാര്യങ്ങളിൽ കൂടുതൽ സൂക്ഷ്മത ആവശ്യമാണ്. ഇല്ലാത്ത പക്ഷം പല ബുദ്ധിമുട്ടുകളും പരാജയ സാധ്യതകളുമൊക്കെ കാണുന്നുണ്ട്. ഇത് നിങ്ങളുടെ ഉപരിപഠനത്തെ എല്ലാം തന്നെ പ്രതികൂലമായിട്ട് ബാധിക്കുന്നതാണ്. ഈ വർഷം നിങ്ങൾ നിങ്ങളുടെ ബന്ധങ്ങൾ ഭംഗിയായി നിലനിർത്തിക്കൊണ്ടു പോകുന്ന കാര്യത്തിലും കൂടുതൽ ശ്രദ്ധ വയ്ക്കേണ്ടതാണ്. സംഭാഷണത്തിൽ കരുതലും മിതത്വവും ശീലിക്കുക. എല്ലാവരോടും വളരെ സ്നേഹത്തോടെയും ജാഗ്രതയോടെയും ശ്രദ്ധയോടെയും ഇടപെടുക. ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ ഇടപെടാതെ മാറി നിൽക്കുക. വളരെയധികം പഠിച്ചു മാത്രം എല്ലാ കാര്യങ്ങളിലും അഭിപ്രായങ്ങൾ പറയുക. ഇങ്ങനെയുള്ള ആത്മനിയന്ത്രണ ശീലങ്ങൾ നിങ്ങൾക്ക് വളരെ ഗുണം ചെയ്യും. ആരോഗ്യകാര്യങ്ങളിൽ ശ്രദ്ധ വേണം. ധൃതിയിൽ ഒരു കാര്യത്തിലും തീരുമാനമെടുത്ത് ഒന്നും ചെയ്യുന്ന സാഹചര്യം ഉണ്ടാകരുത്. വളരെ പഠിച്ചു മനസ്സിലാക്കി മാത്രം എല്ലാം ചെയ്യുക. ജീവിതത്തിൽ വളരെ സുപ്രധാനമായ വളരെ പ്രധാനപ്പെട്ട വഴിത്തിരിവിൻ്റെ ഒരു കാലഘട്ടവും കൂടെയാണ് ഈ വർഷം വന്നു ചേരുന്നത്. അതുകൊണ്ട് വളരെ
ആലോചനാപൂർവം എല്ലാ കാര്യങ്ങളിലും തീരുമാനമെടുക്കേണ്ടതാണ്. നിങ്ങളുടെ കുടുംബത്തിൽ കാവുകളോ മറ്റ് ദേവ ആരാധനാ സ്ഥാനങ്ങളോ നിലനിർത്തി പോരുന്നുണ്ടെങ്കിൽ അതിൻ്റെ കാര്യത്തിലെല്ലാം ശരിയായ രാശിചിന്ത ചെയ്ത് തീരുമാനമെടുക്കുക. വ്യക്തിപരമായി നിങ്ങളുടെ ജനനത്തീയതിയും സമയവും അനുസരിച്ചുള്ള രാശി വിചിന്തനം ചെയ്ത് ഉചിത പ്രതിവിധി കണ്ട് മുമ്പോട്ട് പോകുന്നതായാൽ എല്ലാ രീതിയിലും ഉയർച്ചയും പുരോഗതിയും ഉണ്ടാകുന്നതായിട്ട് കാണുന്നുണ്ട്. ആയില്യം നാളുകാർക്ക് ഈ വരുന്ന 2026 ആണ്ട് തുടക്കം കുറച്ചൊക്കെ അനുകൂലമാണ്. കർമ്മരംഗത്ത് ചില അനുകൂല മാറ്റങ്ങൾക്കൊക്കെ സാധ്യതയുണ്ട്. നിങ്ങളുടെ തൊഴിൽ മേഖലയുമായി ബന്ധപ്പെട്ട് ഗുണകരമായിട്ടുള്ള ചില പരിവർത്തനങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. പുതിയ ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് അത് ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. വിദേശ രാജ്യങ്ങളിൽ ജോലിക്ക് പോകാൻ ശ്രമിക്കുന്നവർക്ക് എന്നാൽ ചില തടസ്സങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ അനുഭവപ്പെട്ടേക്കാം. നിങ്ങൾ ഉദ്ദേശിക്കുന്നത് പോലെ കൃത്യമായിട്ട് പെട്ടെന്നാവക കാര്യങ്ങൾ നടക്കണമെന്നില്ല. അങ്ങനെയുള്ള ശ്രമങ്ങളിൽ ധനനഷ്ടങ്ങളോ മറ്റ് പോരായ്മകളോ ഉണ്ടാവാതെ ശ്രദ്ധിക്കുകയും വേണം. അന്യരാജ്യങ്ങളിൽ വിവിധ മേഖലകളിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നവർക്കും ചില പ്രയാസങ്ങളൊക്കെ ഉണ്ടാകാം. നിങ്ങളുടെ തൊഴിൽ മേഖലയിൽ ഉണ്ടാകുന്ന സാങ്കേതികമായ ബുദ്ധിമുട്ടുകൾ, ജോലി ഭാരം കൂടുന്നതിൽ നിന്ന് ഉണ്ടാകാൻ സാധ്യതയുള്ള ചില പ്രയാസങ്ങൾ, മാനസികമായ ക്ലേശങ്ങൾ, മേലുദ്യോഗസ്ഥരിൽ നിന്ന് ഉണ്ടാകാവുന്ന അസ്വസ്ഥത ജനിപ്പിക്കുന്ന ചില സമീപനങ്ങൾ, ഇതെല്ലാം വരാനുള്ള ഒരു സാധ്യതയുണ്ട്. വളരെ ക്ഷമയോടെയും കരുതലോടെയും ഈ വക സാഹചര്യങ്ങളെ തരണം ചെയ്ത് മുമ്പോട്ട് പോകാൻ ശ്രദ്ധിക്കുക. യാത്രാക്ലേശം, അലച്ചിൽ ഇതൊക്കെ അനുഭവപ്പെട്ടേക്കാനുള്ള സാധ്യതയുണ്ട്. ആരോഗ്യകാര്യങ്ങളിലുമൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. കച്ചവടക്കാർ വളരെ ജാഗ്രതയോടുകൂടി എല്ലാ കാര്യങ്ങളും ചെയ്യുക. നിങ്ങളുടെ കച്ചവടത്തിൻ്റെ വ്യാപ്തി കുറഞ്ഞു പോകാതിരിക്കാനായിട്ട് പ്രത്യേകം പരിശ്രമിക്കുക. കസ്റ്റമർമാരുമായി നല്ല ബന്ധം നിലനിർത്താനായിട്ട് നല്ലതുപോലെ പരിശ്രമിക്കേണ്ടതാണ്. നിങ്ങളുടെ കർമ്മമേഖലയെപ്പറ്റി ശരിയായ രീതിയിൽ പഠിച്ചു മനസ്സിലാക്കിക്കൊണ്ട് പരിശ്രമിക്കുന്നതായാൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ ഉയർച്ചയും പുരോഗതിയും ഉണ്ടാകാനുള്ള സാധ്യത തന്നെ കാണുന്നുണ്ട്. ജീവിതത്തിൽ നിർണായക തീരുമാനങ്ങൾ എടുക്കേണ്ട സാഹചര്യം ഈ വർഷം ഉണ്ടാകും. വളരെ സുപ്രധാനമായ വഴിത്തിരിവുകളുടെ ഒരു കാലഘട്ടവും കൂടിയാണ് ഈ വർഷം. അപ്പോൾ എല്ലാ കാര്യങ്ങളിലും വളരെ സൂക്ഷ്മതയോടുകൂടി മുമ്പോട്ട് പോവുക. സമഗ്രമായ രാശിചിന്തയിലൂടെ ഉചിത പ്രതിവിധികൾ കണ്ടെത്തി അത് അനുഷ്ഠിച്ച് മുമ്പോട്ട് പോകുന്നതായാൽ എല്ലാ പുരോഗതിയും വന്നു ചേരുന്നതാണ്. മകം നക്ഷത്രക്കാർക്ക് പൊതുവെ വളരെ അനുകൂലമായിട്ടുള്ള ഒരു കാലഘട്ടമാണ് 2026 ആണ്ട്, പ്രത്യേകിച്ച് ആരംഭ കാലഘട്ടം. പുതിയ ജോലിക്ക് വേണ്ടി പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്നവർക്ക് അത് സാധിക്കുന്നതാണ്. നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ നല്ല ജോലിയിൽ പ്രവേശിക്കുവാൻ തന്നെ നിങ്ങൾക്ക് അവസരമുണ്ടാകുന്നതാണ്. നിങ്ങളുടെ കർമ്മരംഗത്ത് വളരെ ഗുണകരമായിട്ടുള്ള നല്ല മാറ്റങ്ങൾ പലതും ഉണ്ടാകും. വിവിധ മേഖലകളിൽ സ്വന്തമായി തൊഴിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരെ സംബന്ധിച്ച് വളരെയധികം പ്രയോജനങ്ങളും ഉയർച്ചയും പുരോഗതിയും ഈ സന്ദർഭത്തിൽ ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ട്. വിദേശ രാജ്യങ്ങളിൽ ജോലിക്ക് പോകാൻ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നവർക്ക് അതിനും അവസരം ഉണ്ടാകും. നിങ്ങൾക്ക് അതുകൊണ്ട് വളരെ പുരോഗതി കൈവരിക്കാൻ കഴിയും. നല്ല ജോലിയിൽ പ്രവേശിക്കാൻ നിങ്ങൾക്ക് അവസരം ഉണ്ടാകുന്നതാണ്. ഇനി അന്യ രാജ്യങ്ങളിൽ വിവിധ മേഖലകളിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക് പല ഗുണങ്ങളും നേട്ടങ്ങളും കൈവരിക്കാനുള്ള സാധ്യതയുണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടെ ജോലിയിൽ സ്ഥാനക്കയറ്റം, ശമ്പള വർധനവ്, ആസകലമുള്ള സാമ്പത്തിക പുരോഗതി ഇതെല്ലാം കൈവരിക്കാൻ കഴിയും. നിങ്ങൾക്ക് വിവിധ സൗകര്യങ്ങൾ കൂടുതലായിട്ട് ലഭിക്കുന്നതാണ്. ആഗ്രഹിക്കുന്നത് പോലെയുള്ള വാസസ്ഥലം നേടിയെടുക്കാൻ അവസരം ഉണ്ടാകും.
കൂടുതൽ മെച്ചപ്പെട്ട വാഹന സൗകര്യങ്ങൾ, ജീവിതത്തിൽ ദീർഘകാലമായി ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന ലക്ഷ്യങ്ങൾ നേടിയെടുക്കാൻ കഴിയുക, ഇങ്ങനെ പല ഗുണാനുഭവങ്ങളും നിങ്ങളെ തേടി എത്താവുന്നതായ ഒരു കാലഘട്ടമാണ് ഇത്. കച്ചവടക്കാർക്ക് സാമ്പത്തിക പുരോഗതി ഉണ്ടാകുന്നതാണ്. വളരെയധികം നേട്ടങ്ങളും ഉയർച്ചയും പുരോഗതിയും നിങ്ങൾക്ക് കൈവരിക്കാവുന്ന ഒരു കാലഘട്ടം തന്നെയാണ് ഇത്. നിങ്ങളുടെ കസ്റ്റമർമാരുമായി നല്ല ബന്ധം പുലർത്തിക്കൊണ്ട് മുമ്പോട്ട് പോകാൻ കഴിയും. നിങ്ങളുടെ ബിസിനസ്സിൻ്റെ വ്യാപ്തി വർദ്ധിക്കുന്നതാണ്. കൂടുതൽ മേഖലകളിലേക്ക് നിങ്ങളുടെ കച്ചവടം വ്യാപിപ്പിക്കാൻ നിങ്ങൾക്ക് അവസരമുണ്ടാകും. അങ്ങനെ വളരെ വലിയ നിലയിലേക്ക് എത്തിച്ചേരാൻ നിങ്ങൾക്കൊരു അവസരം വന്നു ചേരുന്നതാണ്. ജീവിതത്തിൽ ദീർഘകാലമായി ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന പല ലക്ഷ്യങ്ങളും നിങ്ങൾക്ക് നേടിയെടുക്കാൻ സാധിക്കും. സാമ്പത്തിക നേട്ടങ്ങളും മറ്റ് ഗുണാനുഭവങ്ങളും നിങ്ങളെ തേടി വരുന്നതുമാണ്. ബന്ധങ്ങൾ ഭംഗിയായി നിലനിർത്തിക്കൊണ്ടു പോകാനായിട്ട് ശ്രദ്ധിക്കുക. പ്രണയ സാഫല്യമുണ്ടാകുന്നതിന് അവസരമുണ്ടാകും. വിവാഹ ആലോചനകളിൽ വളരെ വേഗം തീരുമാനമാകുന്നതാണ്. ജീവിതത്തിൽ പൊതുവെ സന്തോഷവും ആനന്ദവും ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു കാലഘട്ടമാണ്. വളരെ സുപ്രധാനമായ നല്ല മാറ്റങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ സാധ്യതയുള്ളതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് നിങ്ങളുടെ ജനന തീയതിയും സമയവും അനുസരിച്ച് സമ്പൂർണമായ രാശി വിചിന്തനം നടത്തി ഉചിത പ്രതിവിധികൾ കണ്ട് മുമ്പോട്ട് പോവുക. നിങ്ങളുടെ കുടുംബത്തിൽ കാവുകളോ മറ്റ് ദേവസ്ഥാനങ്ങളോ വച്ചു പുലർത്തുന്നവർ അതിൻ്റെ ദൈവാധീനമൊക്കെ ശരിയായി ചിന്തിച്ച് ഉചിത പ്രതിവിധി ചെയ്യേണ്ടതാണ്. പൂരം നാളുകാർക്ക് ഈ വരുന്ന 2026 ആണ്ട് പൊതുവെ വളരെ അനുകൂലമായിരിക്കാനാണ് സാധ്യത. നിങ്ങളുടെ കർമ്മരംഗത്ത് വളരെ ഗുണകരമായ നല്ല മാറ്റങ്ങളുണ്ടാകും. സാമ്പത്തികമായി വളരെ പുരോഗതി കൈവരിക്കും. ദീർഘകാലമായി മനസ്സിൽ ആഗ്രഹിക്കുന്ന ലക്ഷ്യങ്ങൾ നേടിയെടുക്കാനായിട്ട് സാധിക്കും. വിവാഹ ആലോചനകളിൽ തീരുമാനമുണ്ടാകുന്നതാണ്. പ്രണയ സാഫല്യമുണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഗൃഹനിർമ്മാണം ആഗ്രഹിക്കുന്നവർക്ക് അത് നടക്കാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. നിങ്ങളിൽ പുതിയ ജോലിക്ക് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് ഉടനെ അത് സാധ്യമാകുന്നതായിട്ട് കാണുന്നുണ്ട്. നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ നല്ല ജോലിയിൽ പ്രവേശിക്കുവാൻ നിങ്ങൾക്ക് അവസരം കിട്ടും. നിങ്ങളുടെ കർമ്മരംഗത്ത് വളരെ ഗുണകരമായിട്ടുള്ള മാറ്റങ്ങൾ ഈ വർഷം വന്നു ചേരും. വിവിധ മേഖലകളിൽ സ്വന്തമായി ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക് അതിനനുസരിച്ചുള്ള വളരെ പ്രയോജനങ്ങളും ഗുണങ്ങളും ലഭിക്കുകയും വളരെയധികം നേട്ടങ്ങൾ കൈവരിക്കാൻ സന്ദർഭം ലഭിക്കുകയും ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. വിദേശ രാജ്യങ്ങളിൽ ജോലിക്ക് പോകാൻ ശ്രമിക്കുന്നവർക്ക് അതിനുള്ള അവസരവും ഉണ്ടാകും. അവിടെ നിങ്ങൾക്ക് നല്ല ജോലി നേടിയെടുക്കാൻ സാധിക്കുകയും ചെയ്യും. വിവിധ രാജ്യങ്ങളിൽ IT മേഖലയിലും ബിസിനസ് മേഖലയിലും ഒക്കെ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക് അപ്രതീക്ഷിതമായി ഒരുപാട് ഗുണങ്ങൾ വന്നു ചേരുന്നതായിട്ട് കാണാം. നിങ്ങൾക്ക് തൊഴിൽ രംഗത്ത് സ്ഥാനക്കയറ്റം, ശമ്പള വർധനവ്, അതിലൂടെ സാമ്പത്തിക പുരോഗതി, നിങ്ങൾ ദീർഘകാലമായി ആഗ്രഹിക്കുന്നത് പോലെ നല്ല വാസസ്ഥാനം നേടിയെടുക്കാൻ കഴിയുക, ജീവിതത്തിൽ ദീർഘകാലമായി ചിന്തിക്കുന്ന ലക്ഷ്യങ്ങൾ നേടിയെടുക്കാൻ സാധിക്കുക, പുതിയ വാഹന സൗകര്യം തുടങ്ങി നല്ല അനുഭവങ്ങൾ പലതും നിങ്ങളെ തേടിയെത്തുന്നതാണ്. കച്ചവടക്കാർക്ക് വലിയ സാമ്പത്തിക പുരോഗതി നേടാൻ സാധ്യതയുള്ള കാലഘട്ടമാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ ബിസിനസ്സിൻ്റെ വ്യാപ്തി വർദ്ധിപ്പിക്കാൻ കഴിയും. കൂടുതൽ ബിസിനസ് ചെയ്യുന്നതിലൂടെ കൂടുതൽ നേട്ടം കൈവരിക്കാൻ കഴിയും. സാമ്പത്തിക പുരോഗതി നിങ്ങളെ തേടിയെത്തുന്നതും ആണ്. നിങ്ങളുടെ ബന്ധങ്ങൾ കൂടുതൽ ഊഷ്മളമാക്കാനായിട്ട് ശ്രമിക്കുക. സംഭാഷണത്തിൽ വേണ്ടത്ര കരുതലും മിതത്വവും ശീലിക്കുക. വിവാഹ ആലോചനകളിൽ അധികം വൈകാതെ തീരുമാനമാകുന്നതാണ്. അതോടൊപ്പം പ്രണയകാര്യങ്ങളിൽ സാഫല്യം ഉണ്ടാകുന്നതായിട്ട് കാണുന്നുണ്ട്. വ്യക്തിപരമായിട്ട് ദീർഘകാലമായി ആഗ്രഹിക്കുന്ന പല ലക്ഷ്യങ്ങളും നേടിയെടുക്കാനായിട്ട്
നിങ്ങൾക്ക് അവസരമുണ്ടാവുകയും ചെയ്യും. ജീവിതത്തിൽ വളരെ നിർണായകമായ സുപ്രധാനമായ മാറ്റങ്ങളുടെ കാലഘട്ടമാണ് വരാൻ പോകുന്നത്. അതുകൊണ്ട് നന്നായി ആലോചിച്ച് ഓരോ തീരുമാനങ്ങളും എടുക്കുക. സമഗ്രവും സമ്പൂർണവുമായ രാശിചിന്ത ചെയ്യുന്നതിലൂടെ ഉചിത പ്രതിവിധികൾ കണ്ടെത്തി അത് അനുഷ്ഠിച്ച് മുമ്പോട്ട് പോവുക. കുടുംബത്ത് കാവുകളോ മറ്റ് ദേവസ്ഥാനങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ ദൈവാധീനമൊക്കെ ശരിയായി ചിന്തിച്ചു മനസ്സിലാക്കി ഉചിത പോംവഴികളൊക്കെ ചെയ്യേണ്ടതാണ്. കലാരംഗത്ത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നവർക്കും സ്വന്തമായി പലവിധ തൊഴിലുകൾ ചെയ്യുന്നവർക്കുമെല്ലാം തന്നെ വളരെ പുരോഗതി ഉണ്ടാകുന്നതാണ്. ഉത്രം നാളുകാരെ സംബന്ധിച്ച് 2026 ആണ്ട് പൊതുവെ വളരെ ഗുണകരമായിരിക്കും. നിങ്ങൾക്ക് സാമ്പത്തിക പുരോഗതി കൈവരിക്കാൻ സാധ്യതയുണ്ട്. പുതിയ ജോലിയിൽ പ്രവേശിക്കുവാൻ അവസരമുണ്ടാകുന്നതാണ്. വിവാഹാദി കാര്യങ്ങളിൽ അനുകൂലമായ തീരുമാനമുണ്ടാകാനുള്ള സാധ്യതയുണ്ട്. വിദ്യാർത്ഥികൾക്ക് പഠനപരമായി വളരെ ഉയർച്ചയും പുരോഗതിയും കൈവരിക്കാൻ അവസരമുണ്ടാകുന്നതാണ്. എല്ലാ രീതിയിലും അനുകൂലമായിട്ട് കാണുന്നുണ്ട്. പുതിയ ജോലിയിൽ പ്രവേശിക്കുവാനായിട്ട് ശ്രമിക്കുന്നവർക്ക് വളരെയധികം അതിനുള്ള സാധ്യതയുണ്ട്. നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ നല്ല ജോലിയിൽ പ്രവേശിക്കുവാൻ നിങ്ങൾക്ക് അവസരം വന്നു ചേരുന്നതാണ്. വിദേശ രാജ്യങ്ങളിൽ ജോലിക്ക് പോകാൻ ശ്രമിക്കുന്നവർക്ക് എന്നാൽ ഉദ്ദേശിക്കുന്നത് പോലെ എല്ലാ കാര്യങ്ങളും പെട്ടെന്ന് ശരിയാകണമെന്നില്ല. ചില തടസ്സങ്ങളൊക്കെ അനുഭവപ്പെടാൻ സാധ്യതയുണ്ട്. വിദേശത്തേക്ക് പോകുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങളിൽ പോരായ്മകളോ നഷ്ടങ്ങളോ ഉണ്ടാകാതെ ഇരിക്കുവാൻ പ്രത്യേകം കരുതലെടുക്കുക. IT മേഖലയിലായാലും ബിസിനസ് മേഖലയിലായാലും അന്യരാജ്യങ്ങളിൽ വിവിധ മേഖലകളിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നവർ വളരെ ജാഗ്രത പുലർത്തേണ്ടതായ സമയമാണ്. നിങ്ങൾക്ക് പല രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാം. നിങ്ങളുടെ തൊഴിൽ രംഗത്ത് സാങ്കേതികമായ പ്രയാസങ്ങൾ, ജോലിഭാരം കൂടുന്നത് മൂലമുണ്ടാകുന്ന പല രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ, മേലുദ്യോഗസ്ഥരിൽ നിന്നും ഉണ്ടാകാൻ സാധ്യതയുള്ള അതൃപ്തികരമായ ഇടപെടലുകൾ, ഇങ്ങനെ നിങ്ങളെ വിഷമിപ്പിക്കുന്ന പല സാഹചര്യങ്ങളും ഉണ്ടാകാം. ക്ഷമയോടെയും ശ്രദ്ധയോടെയും ഇതെല്ലാം തരണം ചെയ്യുവാനാണ് പറയുന്നത്. കച്ചവടക്കാർ വളരെ ശ്രദ്ധ വെച്ചു പുലർത്തണം. നിങ്ങളുടെ കച്ചവടം ചെയ്യുന്ന മേഖലയെപ്പറ്റി വളരെ ആഴത്തിൽ പഠിച്ചു മനസ്സിലാക്കണം. കാരണം നിങ്ങൾക്ക് നിങ്ങളുടെ കച്ചവടത്തിൽ കുറവ് അനുഭവപ്പെടാം. നിങ്ങളുടെ കസ്റ്റമർമാരുമായുള്ള ബന്ധത്തിൽ ചില അസ്വസ്ഥതകൾ ഉണ്ടാകാം. ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ നിങ്ങൾക്ക് തരണം ചെയ്തു പോകുന്നതിന് നിങ്ങളുടെ പ്രവർത്തന മേഖലയെപ്പറ്റി വളരെ ആഴത്തിലുള്ള അറിവ് ആവശ്യമാണ്. അത് നേടിയെടുക്കാൻ ശ്രമിക്കേണ്ടതാണ്. യാത്രാക്ലേശം, അലച്ചിൽ ഇതൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ആരോഗ്യകാര്യങ്ങളിലും പ്രത്യേകം ശ്രദ്ധിക്കണം. ബന്ധങ്ങളിൽ വിള്ളലുകൾ ഉണ്ടാകാതെ ശ്രദ്ധിക്കണം. ആലോചിക്കാതെ സംഭാഷണം ചെയ്യുന്ന സ്വഭാവം നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ അത് നിയന്ത്രിക്കണം. മുൻകോപം അനുഭവപ്പെടാതെ സൂക്ഷിക്കണം. സംഭാഷണത്തിൽ കരുതലും മിതത്വവും ശീലിക്കുന്നതിന് തയ്യാറാകണം. കുടുംബപരമായ കാര്യങ്ങളിലെല്ലാം വളരെ ശ്രദ്ധാപൂർവം ഇടപെടണം. ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ നിന്നും മാറി നിൽക്കുക. മനസ്സിന് ആവശ്യമില്ലാതെ പിരിമുറുക്കവും സംഘർഷവും ഉണ്ടാകാതെ പ്രത്യേകം ശ്രദ്ധിക്കുകയും വേണം. നിങ്ങളുടെ ജീവിതത്തിൽ പരമപ്രധാനമായ കാലഘട്ടമാണ് വരുന്നത്. നിർണായകമായ വഴിത്തിരിവിൻ്റെ കാലഘട്ടമാണ്. അതുകൊണ്ട് പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ ശ്രദ്ധിച്ച് കൈക്കൊള്ളുവാനായിട്ട് ശ്രമിക്കുക. യാത്രാക്ലേശവും അലച്ചിലും ഉണ്ടായേക്കാം. വളരെ ജാഗ്രതയോടുകൂടി പ്രവർത്തിക്കുക. നിങ്ങളുടെ കുടുംബത്തിൽ കാവുകളോ മറ്റ് ദേവസ്ഥാനങ്ങളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ ദൈവാധീനമൊക്കെ ശരിയായി ചിന്തിച്ച് മനസ്സിലാക്കി ഉചിത സമയത്ത് വേണ്ടത് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. നിങ്ങളുടെ ജനനത്തീയതിയും സമയവും അനുസരിച്ചുള്ള രാശിവിചിന്തനം നടത്തി ഉചിത പ്രതിവിധി ചെയ്ത് മുമ്പോട്ട് പോയാൽ
നല്ല ഉയർച്ചയും പുരോഗതിയും ഈ 2026 നേടിയെടുക്കാനായിട്ട് സാധിക്കും. അത്തം നക്ഷത്രക്കാരെ സംബന്ധിച്ച് ഗുണദോഷ സമ്മിശ്രമായിരിക്കുന്ന ഒരു സമയമാണ് കാണുന്നത്. നിങ്ങളുടെ കർമ്മരംഗത്ത് അത്ര അനുകൂലമല്ലാത്ത ചില മാറ്റങ്ങളൊക്കെ അനുഭവപ്പെടുന്നതിന് സാധ്യതയുണ്ട്. സാമ്പത്തിക നഷ്ടങ്ങൾക്കിടയുണ്ട്. കാര്യപരാജയങ്ങൾ ഉണ്ടായേക്കാം. യാത്രാക്ലേശം, അലച്ചിൽ ഇതൊക്കെ അനുഭവപ്പെടാനുള്ള സാധ്യതയുണ്ട്. വിവാഹാലോചനകളിൽ കാലതാമസം ഉണ്ടായേക്കാം. കച്ചവട രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് പല ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നുണ്ട്. വിദ്യാർത്ഥികൾ പഠനകാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധാപൂർവം പരിശ്രമിക്കണം. ഇല്ലാത്ത പക്ഷം നിങ്ങളുടെ ഉപരിപഠന കാര്യങ്ങളിൽ ഉൾപ്പെടെ പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാനുള്ള സാധ്യതയാണ് കാണുന്നത്. പുതിയ ജോലിക്ക് വേണ്ടി ശ്രമിക്കുന്നവർക്കൊരൽപ്പം കാലതാമസം ഉണ്ടായേക്കാം. എങ്കിലും ശ്രമം തുടരുക. വിദേശ ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് ആ കാര്യത്തിലും ഒരൽപ്പം കാലതാമസമോ തടസ്സമോ ഒക്കെ ഉണ്ടാകാം. പരിശ്രമം തുടരുക. വിദേശ രാജ്യങ്ങളിൽ IT മേഖലയിലായാലും ബിസിനസ് മേഖലയിലായാലും ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നവർ വളരെ ശ്രദ്ധയും സൂക്ഷ്മതയും വെച്ച് പുലർത്തുക. നിങ്ങളുടെ തന്നെ അശ്രദ്ധയും ആലോചനക്കുറവും കാരണം നിങ്ങളുടെ കർമ്മരംഗത്ത് പല ബുദ്ധിമുട്ടുകളും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അത് നിങ്ങൾക്ക് ജോലിയെ തന്നെ ബാധിക്കുന്ന രീതിയിൽ അനുഭവപ്പെടാൻ സാധ്യത കാണുന്നുണ്ട്. ശ്രദ്ധിക്കുക. കച്ചവട രംഗത്ത് പ്രവർത്തിക്കുന്നവർ സാമ്പത്തിക നഷ്ടങ്ങൾ ഉണ്ടാകാതെ ഇരിക്കാൻ വളരെ ജാഗ്രത പാലിക്കേണ്ടതാണ്. അപ്രതീക്ഷിതമായ ധനനഷ്ടങ്ങൾക്ക് സാധ്യതയുണ്ട്. നിങ്ങളുടെ ബിസിനസ്സിൻ്റെ വ്യാപ്തി കുറഞ്ഞു പോയേക്കാം. ബിസിനസ്സിൻ്റെ അളവ് കുറഞ്ഞു പോയേക്കാം. കസ്റ്റമർമാരുമായുള്ള ബന്ധത്തിൽ ചില അസ്വാരസ്യങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. അതുകൊണ്ട് വളരെയധികം ശ്രദ്ധാപൂർവം എല്ലാ കാര്യങ്ങളും ചെയ്യുകയാണ് വേണ്ടത്. ആരോഗ്യകാര്യങ്ങളിൽ പ്രത്യേകം ശ്രദ്ധിക്കണം. നൂതനമായ സംരംഭങ്ങൾ തുടങ്ങുവാൻ നിങ്ങളിൽ പലർക്കും അവസരമുണ്ടായെന്ന് വരും. എന്താണോ തുടങ്ങുവാൻ ഉദ്ദേശിക്കുന്നത് അതിനെപ്പറ്റി നന്നായി പഠിച്ചു മനസ്സിലാക്കി ചെയ്യേണ്ടതാണ്. ജീവിതത്തിൽ വളരെ സുപ്രധാനമായ വഴിത്തിരിവുകളുടെ ഒരു കാലഘട്ടമാണ് വരുന്നത്. കലാകാരന്മാരും കലാകാരികളും തങ്ങളുടെ കർമ്മരംഗത്ത് വളരെ ശ്രദ്ധാപൂർവം പിടിച്ചു നിൽക്കുവാൻ ശ്രദ്ധിക്കുക. ജീവിതയാത്രയിൽ നിങ്ങളിപ്പോൾ എടുക്കുന്ന തീരുമാനം ഭാവിയെ പൂർണ്ണമായി സ്വാധീനിക്കുന്നു. അതിനാൽ നിങ്ങളുടെ ജനനത്തീയതിയും സമയവും അനുസരിച്ച് സമഗ്രമായ രാശിചിന്ത ചെയ്ത് ഉചിത പ്രതിവിധികൾ കണ്ട് മുമ്പോട്ട് പോവുക. ചിത്തിര നക്ഷത്രക്കാർക്ക് 2026 ആണ്ട് പൊതുവെ വളരെ അനുകൂലമായിരിക്കുമെന്നാണ് കാണുന്നത്. നിങ്ങൾ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ അധികവും നടപ്പിലാകുന്നതാണ്. സാമ്പത്തികമായി നല്ല പുരോഗതി കൈവരിക്കാനായിട്ട് സാധിക്കും. നിങ്ങളിൽ പലർക്കും നൂതന സംരംഭങ്ങൾ തുടങ്ങുന്നതിന് അവസരമുണ്ടാകും. അതിലൂടെ വളരെയധികം നേട്ടങ്ങൾ കൈവരിക്കാൻ കഴിയും. കച്ചവടക്കാർക്ക് ധനസമൃദ്ധി വർദ്ധിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. വിദ്യാർത്ഥികൾക്ക് നല്ല രീതിയിൽ പഠന പുരോഗതി കൈവരിക്കാനും അതിലൂടെ ആഗ്രഹിച്ച രീതിയിൽ ഉപരിപഠന വിഷയത്തിൽ നേട്ടങ്ങൾ കൈവരിക്കാനുമൊക്കെ അവസരമുണ്ടാകുന്നതാണ്. നിങ്ങൾക്ക് പുതിയ ജോലിയിൽ പ്രവേശിക്കുവാൻ ആഗ്രഹിക്കുന്നവർക്ക് വളരെ വേഗം അത് സാധിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. നിങ്ങൾ ആഗ്രഹിച്ച നല്ല ജോലി തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. നിങ്ങളുടെ നിലവിലുള്ള കർമ്മരംഗത്ത് വളരെ അനുകൂലമായ നല്ല മാറ്റങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുമുണ്ട്. വിവിധ മേഖലകളിൽ സ്വന്തമായി തൊഴിലുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നവർക്കും കൂടുതൽ ലാഭം കൈവരിക്കാനും സാമ്പത്തിക നേട്ടങ്ങൾ കൈവരിക്കാനുമൊക്കെയുള്ള അവസരം ഉണ്ടാകും. അതുകൊണ്ട് വളരെ പ്രയോജനം കൈവരിക്കാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും. കച്ചവടക്കാർക്ക് വലിയ സാമ്പത്തിക നേട്ടങ്ങൾ ഈ വർഷം ഉണ്ടാകുന്നതാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ ബിസിനസ് രംഗം വികസിപ്പിക്കാനായിട്ട് അവസരം വന്നു ചേരും. കൂടുതൽ മേഖലകളിലേക്ക് നിങ്ങളുടെ ബിസിനസ് വ്യാപിപ്പിക്കാനായിട്ട് സാധിക്കും. നിങ്ങളുടെ ഇടപാടുകാരുമായിട്ടുള്ള ബന്ധങ്ങൾ വളരെ നല്ല രീതിയിൽ മുമ്പോട്ട് പോകുന്നതിനും നിങ്ങളുടെ കച്ചവടം കൂടുതൽ
കൂടുതൽ മേഖലകളിലേക്ക് വർദ്ധിപ്പിക്കുന്നതിനും നിങ്ങൾക്ക് അവസരം ഉണ്ടാകും. അത് സാമ്പത്തിക പുരോഗതിയെ കൂടുതൽ വിപുലീകരിക്കും. പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾക്ക് നല്ല പഠന പുരോഗതി കിട്ടും. അതിലൂടെ കൂടുതൽ നേട്ടങ്ങളുണ്ടാകും. ഉപരിപഠന കാര്യത്തിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ മുമ്പോട്ട് പോകാൻ സാധിക്കുകയും ചെയ്യും. കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് വളരെയധികം പ്രശസ്തിയും ഉയർച്ചയും കൈവരിക്കാൻ കഴിയും. കൂടുതൽ അവസരങ്ങൾ നിങ്ങളെ തേടിയെത്തുകയും ചെയ്യും. നിങ്ങൾക്ക് ഗൃഹനിർമ്മാണ മേഖലയിൽ ആഗ്രഹിക്കുന്നത് പോലെ വേഗത്തിൽ പണി പൂർത്തിയാക്കാനായിട്ട് സാധിക്കുകയും താമസം തുടങ്ങുവാൻ അവസരമുണ്ടാവുകയും ചെയ്യുന്നതാണ്. ദീർഘകാലമായി മനസ്സിൽ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നടക്കുന്നതാണ്. പുതിയ വസ്തു, വാഹനം ഇതെല്ലാം വാങ്ങിക്കുന്നതിനുള്ള അവസരം വന്നു ചേരുന്നതായിട്ടും കാണുന്നുണ്ട്. ജീവിതത്തിലെ പ്രധാനപ്പെട്ട കാര്യങ്ങളിലെല്ലാം നിങ്ങൾക്ക് ഗുണകരമായ മാറ്റങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. പ്രണയ സാഫല്യം വന്നു ചേരുന്നതായിട്ട് കാണുന്നുണ്ട്. ബന്ധങ്ങൾ കൂടുതൽ നല്ല നിലയിലേക്ക് വികസിക്കും. സംഭാഷണത്തിൽ വേണ്ടത്ര കരുതലും മിതത്വവും ശീലിക്കുക. ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ നിന്ന് മാറി നിൽക്കുക. മനസ്സിൻ്റെ സംഘർഷവും പിരിമുറുക്കവും ഒഴിവാകുന്നതിന് വേണ്ട ശ്രദ്ധ കൊടുക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ വളരെ സുപ്രധാനമായ നല്ല മാറ്റങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു കാലഘട്ടമാണ് വരാൻ പോകുന്നത്. അതുകൊണ്ട് നിങ്ങളുടെ ജനന തീയതിയും സമയവും അനുസരിച്ചുള്ള സമഗ്രമായ സൂര്യരാശി ചിന്ത ചെയ്ത് ഉചിത പ്രതിവിധി കണ്ടെത്തി അനുഷ്ഠിച്ച് മുമ്പോട്ട് പോകുന്നതായാൽ എല്ലാ രീതിയിലുമുള്ള ഉയർച്ചയും നേടിയെടുക്കാൻ സാധിക്കും. ചോദ്യ നക്ഷത്രക്കാർക്ക് 2026 പൊതുവെ വളരെ അനുകൂലമാണ്. നിങ്ങൾക്ക് അസുലഭമായ പല സൗഭാഗ്യങ്ങളും വന്നു ചേരുന്ന ഒരു കാലഘട്ടമാണ് ഇത്. മനസ്സിന് വളരെ ആനന്ദകരമായിട്ടുള്ള അനുഭവങ്ങൾ നിങ്ങൾക്ക് ഉണ്ടായേക്കാം. ദീർഘകാലമായി ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ നേടിയെടുക്കാൻ അവസരം ഉണ്ടാകും. കുടുംബസമേതം തീർത്ഥയാത്ര, ഉല്ലാസയാത്ര തുടങ്ങിയ കാര്യങ്ങൾക്കെല്ലാം അവസരം വന്നു ചേരുന്നതായിട്ട് കാണുന്നുണ്ട്. നിങ്ങൾക്ക് പുതിയ ജോലിയിൽ പ്രവേശിക്കുവാനുള്ള സന്ദർഭം ലഭിക്കും. ദീർഘകാലമായി ആഗ്രഹിച്ചിരുന്ന രീതിയിൽ നല്ല ജോലിയിൽ പ്രവേശിക്കുവാനായിട്ട് സാധിക്കുകയും ചെയ്യും. നിങ്ങളുടെ കർമ്മരംഗത്ത് വളരെ അനുകൂലമായ മാറ്റങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. തൊഴിൽ മേഖലയിൽ വളരെ ഗുണകരമായിട്ടുള്ള നല്ല സാഹചര്യങ്ങൾ വന്നു ചേരുന്നതാണ്. വിദേശ തൊഴിലിനു വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് അത് സാധിക്കും. നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ നല്ല ജോലി നേടിയെടുക്കാനായിട്ട് നിങ്ങൾക്ക് അധികം വൈകാതെ അവസരമുണ്ടാകുന്നതാണ്. വിദേശ രാജ്യങ്ങളിൽ IT, ബിസിനസ് തുടങ്ങി വിവിധങ്ങളായ മേഖലയിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നവർക്കും ഒട്ടേറെ ഗുണകരമായ അനുഭവങ്ങൾ വന്നു ചേരുന്നതാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ തൊഴിൽ രംഗത്ത് സ്ഥാനക്കയറ്റം, ഉയർച്ച, സാമ്പത്തിക പുരോഗതി, ശമ്പള വർധനവ്, കൂടുതലായി സൗകര്യങ്ങൾ ലഭിക്കുക, നല്ല ആഗ്രഹിക്കുന്ന രീതിയിലുള്ള വാസസ്ഥാനം ലഭ്യമാകുക, പുതിയ വാഹനങ്ങൾ ലഭിക്കുക, ഇങ്ങനെ ഒട്ടേറെ ഗുണാനുഭവങ്ങൾ നിങ്ങളെ തേടിയെത്തുന്നതാണ്. കച്ചവടക്കാരെ സംബന്ധിച്ച് നിങ്ങളുടെ കച്ചവട മേഖല വിപുലീകരിക്കാൻ അവസരമുണ്ടാകും. നിങ്ങളുടെ ബിസിനസ് കൂടുതൽ വർദ്ധിപ്പിക്കുന്നതിനും അതിലൂടെ കൂടുതൽ സാമ്പത്തിക പുരോഗതി നേടിയെടുക്കുന്നതിനും നിങ്ങൾക്ക് സമയം ലഭിക്കുന്നതാണ്. നിങ്ങൾക്ക് ദീർഘകാലമായി മനസ്സിലുള്ള പല ആഗ്രഹങ്ങളും പൂർത്തീകരിക്കാൻ അവസരമുണ്ടാകുന്നതായിട്ടും കാണുന്നുണ്ട്. പുതിയ വസ്തു, വാഹനം ഇതെല്ലാം വാങ്ങാനുള്ള അവസരം ലഭിക്കുന്നതാണ്. ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ട നല്ല മാറ്റങ്ങൾ അനുഭവപ്പെടാൻ സാധ്യതയുള്ള ഒരു കാലഘട്ടമാണ്. വിവാഹ ആലോചനകളിൽ തീരുമാനമാകുന്നതായിട്ട് കാണുന്നുണ്ട്. പ്രണയബന്ധങ്ങളിൽ പൂർണ്ണത വന്നു ചേരുകയും അത് സാഫല്യത്തിൽ എത്തിച്ചേരുകയും ചെയ്യുന്നതാണ്.
തികച്ചും അവിചാരിതമായി അസുലഭമായ വിസ്മയകരമായ ഒരു കണ്ടുമുട്ടൽ ഉണ്ടാകുന്നതിനും നൂതനമായ ഹൃദയബന്ധങ്ങൾ ഉടലെടുക്കുന്നതിനുമുള്ള ഒരു സാഹചര്യം കാണുന്നുണ്ട്. ജീവിതത്തിൽ അപ്രതീക്ഷിതമായി ഉണ്ടാകാവുന്ന ചില കണ്ടുമുട്ടലുകൾ, ചില നൂതന ബന്ധങ്ങൾ ജീവിതത്തിൽ വളരെ വലിയ വഴിത്തിരിവുകൾക്ക് കാരണമായി തീരാവുന്നതാണ്. സമഗ്രവും സമ്പൂർണവുമായ രാശിചിന്ത ചെയ്ത് ഉചിത പ്രതിവിധി കണ്ടെത്തി മുമ്പോട്ടു പോവുക. കുടുംബത്തിൽ കാവുകളോ ദേവസ്ഥാനമോ ഉണ്ടെങ്കിൽ അതിനെല്ലാമുള്ള ഉചിതമായ പ്രതിവിധികൾ വേണ്ട സമയത്ത് ചെയ്യുക. വിശാഖം നാളുകാർക്ക് ഗുണങ്ങളും ദോഷങ്ങളും ഇടകലർന്നിട്ടുള്ള ഒരു സമയത്തിലൂടെയാണ് കടന്നു പോകുന്നത്. എല്ലാ കാര്യങ്ങളും നിങ്ങൾ വിചാരിക്കുന്നത് പോലെയൊന്നും നടന്നുകൊള്ളണമെന്നില്ല. അപ്രതീക്ഷിതമായി പല കാര്യങ്ങളിലും തടസ്സങ്ങളോ ബുദ്ധിമുട്ടുകളോ ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. പ്രവർത്തന രംഗത്ത് പ്രതികൂലമായിട്ടുള്ള പല സാഹചര്യങ്ങളും നിങ്ങൾക്ക് അനുഭവപ്പെട്ടേക്കാം. യാത്രാക്ലേശം, അലച്ചിൽ, ഇതിനൊക്കെ ഒരു സാധ്യതയുണ്ട്. വളരെ ശ്രദ്ധിക്കുക. പുതിയ ജോലിക്ക് വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് പെട്ടെന്ന് ശരിയായിക്കൊള്ളണമെന്നില്ല. ചില തടസ്സങ്ങളോ കാലതാമസങ്ങളോ ഒക്കെ അനുഭവപ്പെടാൻ സാധ്യതയുണ്ട്. നിങ്ങളുടെ തൊഴിൽ രംഗത്ത് അത്ര ഗുണകരമല്ലാത്ത പല സാഹചര്യങ്ങളും ഉണ്ടായേക്കും. സാമ്പത്തിക ഇടപാടുകളിൽ നഷ്ടമുണ്ടാകാൻ സാധ്യതയുണ്ട്. ശ്രദ്ധിച്ചു മുമ്പോട്ട് പോകേണ്ടതാണ്. വിദേശ രാജ്യങ്ങളിൽ ജോലിക്ക് പോകാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നവർക്കും തടസ്സങ്ങളോ കാലതാമസങ്ങളോ ഒക്കെ അനുഭവപ്പെടാം. ഉദ്ദേശിക്കുന്ന രീതിയിൽ പെട്ടെന്ന് കാര്യങ്ങൾ നടക്കണമെന്നില്ല. അതോടൊപ്പം ഇങ്ങനെയുള്ള പരിശ്രമങ്ങളിൽ സാമ്പത്തിക നഷ്ടങ്ങളോ മറ്റ് പോരായ്മകളോ അനുഭവപ്പെടാതെ വളരെ ശ്രദ്ധ കൊടുക്കേണ്ടതാണ്. കച്ചവടക്കാരെ സംബന്ധിച്ച് സാമ്പത്തിക ഇടപാടുകളിൽ നഷ്ടങ്ങൾക്ക് സാധ്യതയുണ്ട്. വളരെ ശ്രദ്ധിക്കുക. നിങ്ങളുടെ ബിസിനസ് വേണ്ട രീതിയിൽ മുമ്പോട്ട് കൊണ്ടുപോകുന്ന കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധ നൽകേണ്ടതാണ്. നിങ്ങളുടെ ഇടപാടുകാരുമായിട്ടുള്ള ബന്ധം നല്ല രീതിയിൽ തുടരുന്നതിന് വളരെ പരിശ്രമം ചെയ്യുക. സാമ്പത്തിക ഇടപാടുകൾ സൂക്ഷിച്ച് നടത്തുക. നിങ്ങളുടെ ബിസിനസ് മേഖല കൂടുതൽ വിപുലീകരിക്കാനായിട്ട് ശ്രമിക്കണം. ബിസിനസ്സിൻ്റെ അളവ് കുറഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. കച്ചവടങ്ങൾ കുറഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. അത് ഒഴിവാക്കുന്നതിന്, കച്ചവടം വർദ്ധിപ്പിക്കുന്നതിനുള്ള എല്ലാ പരിശ്രമങ്ങളും നിങ്ങളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകേണ്ടതാണ്. നിങ്ങളുടെ വ്യക്തിപരമായ ബന്ധങ്ങളിൽ അസ്വസ്ഥതകളോ പ്രയാസങ്ങളോ ഉണ്ടാകാവുന്ന ഒരു സമയം കാണുന്നുണ്ട്. വളരെ ശ്രദ്ധയോടുകൂടി മുമ്പോട്ട് പോകേണ്ടതാണ്. സംഭാഷണങ്ങളിൽ വേണ്ടത്ര കരുതലും മിതത്വവും ശീലിക്കുക. ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ ഇടപെടാതെ മാറി നിൽക്കുക. എല്ലാവരോടും വളരെ ശ്രദ്ധയോടെയും കരുതലോടെയും ഇടപെട്ട് മുമ്പോട്ട് പോകേണ്ടതാണ്. കുടുംബത്തിൽ എല്ലാ കാര്യങ്ങളും വളരെ ശ്രദ്ധാപൂർവം നിർവഹിച്ച് മുമ്പോട്ട് പോകുന്നതിന് ശ്രദ്ധ കൊടുക്കുക. വിവാഹ ആലോചനകളിൽ അധികം വൈകാതെ തീരുമാനമാകാനുള്ള സാധ്യതയുണ്ട്. പ്രണയബന്ധങ്ങൾ ഊഷ്മളമായി തുടർന്നു കൊണ്ടുപോകുന്നതിന് വളരെ ശ്രദ്ധ ആവശ്യമാണ്. ജീവിതത്തിൽ വളരെ സുപ്രധാനമായ മാറ്റങ്ങളുടേതായിട്ടുള്ള ഒരു കാലഘട്ടമാണ്. അപ്രതീക്ഷിതമായി ഉണ്ടാകാവുന്ന ഒരു കൂടിക്കാഴ്ചയോ ഒരു ആത്മീയ ബന്ധമോ നിങ്ങളുടെ ജീവിതത്തിൽ വളരെ നിർണായകമായ വലിയ വഴിത്തിരിവുകൾക്ക് കാരണമാകാവുന്ന ഒരു സാഹചര്യം കാണുന്നുണ്ട്. നിങ്ങളുടെ കുടുംബത്തിൽ വച്ചാരാധനയുടേതായിട്ടുള്ള സ്ഥാനങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് വേണ്ട രീതിയിൽ രാശിചിന്ത ചെയ്ത് പരിചരിച്ച് മുമ്പോട്ട് പോവുക. സമഗ്രവും സമ്പൂർണവുമായ രാശി വിചിന്തനത്തിലൂടെ ഉചിതമായ വസ്തുതകൾ അറിഞ്ഞ് പരിഹാരങ്ങളൊക്കെ ചെയ്ത് മുമ്പോട്ട് പോകുന്നത് വളരെ പ്രയോജനം ചെയ്യും. അനിഴം നാളുകാരെ സംബന്ധിച്ച് ഗുണദോഷ സമ്മിശ്രമായിരിക്കുന്നതായ ഒരു സമയത്തിലൂടെയാണ് കാര്യങ്ങൾ മുമ്പോട്ട് പോകുന്നത്. അപ്രതീക്ഷിതമായ തടസ്സങ്ങൾ പല കാര്യങ്ങളിലും ഉണ്ടാകുന്നതിന് സാധ്യതയുണ്ട്. സാമ്പത്തികമായ നഷ്ടങ്ങൾക്ക് ഇട കാണുന്നുണ്ട്. യാത്രാക്ലേശം, അലച്ചിൽ, വിവിധ അസ്വസ്ഥതകൾ ഇതൊക്കെ ഉണ്ടായേക്കാം.
മനസ്സിന് പ്രയാസകരമായ പല സാഹചര്യങ്ങളും അനുഭവപ്പെടാൻ സാധ്യതയുണ്ട്. നിങ്ങളുടെ തൊഴിൽ രംഗത്ത് ഒട്ടും തന്നെ ഗുണകരമല്ലാത്ത പല മാറ്റങ്ങളും അനുഭവപ്പെടും. സാമ്പത്തിക ഇടപാടുകൾ വളരെ ശ്രദ്ധിച്ച് നടത്തണം. വിവിധ മേഖലകളിൽ സ്വന്തമായി തൊഴിൽ ചെയ്തുകൊണ്ടിരിക്കുന്നവർ വളരെ സൂക്ഷ്മതയോടുകൂടി പ്രവർത്തിക്കേണ്ടതാണ്. നിങ്ങളുടെ തൊഴിൽ രംഗം നിലനിർത്തിക്കൊണ്ട് പോകുന്നതിന് തന്നെ വളരെ ശ്രദ്ധാപൂർവമുള്ള പരിശ്രമം ആവശ്യമായിട്ട് കാണുന്നുണ്ട്. പുതിയ ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് വിചാരിക്കുന്നത് പോലെ പെട്ടെന്ന് നടക്കണമെന്നില്ല. അപ്രതീക്ഷിതമായ തടസ്സങ്ങളോ ബുദ്ധിമുട്ടുകളോ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. വിദേശ ജോലിക്ക് വേണ്ടി പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്നവർക്ക് ആ കാര്യത്തിലും കാലതാമസമോ തടസ്സമോ ഒക്കെ അനുഭവപ്പെട്ടേക്കാം. വിവിധ മേഖലകളിൽ അന്യരാജ്യങ്ങളിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നവരും വളരെ ശ്രദ്ധയോടുകൂടി എല്ലാം ചെയ്ത് മുമ്പോട്ട് പോകണം. നിങ്ങളുടെ തന്നെ അശ്രദ്ധയും ആലോചനക്കുറവും കാരണം നിങ്ങൾക്ക് പല പ്രയാസങ്ങളും അനുഭവപ്പെടാം. നിങ്ങളുടെ കർമ്മരംഗത്ത് സാങ്കേതികമായിട്ടുള്ള പല രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ, സാമ്പത്തികമായിട്ടുള്ള നഷ്ടങ്ങൾ, ജോലിഭാരം കൂടുന്നതിനനുസരിച്ചുള്ള പ്രയാസങ്ങൾ, നിങ്ങളുടെ മേലുദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നുണ്ടാകാൻ സാധ്യതയുള്ള പ്രയാസകരമായ ഇടപെടലുകൾ, ഇങ്ങനെ പല ബുദ്ധിമുട്ടുകൾക്കും സാധ്യതയുള്ളതിനാൽ വളരെ ക്ഷമയോടെയും ശ്രദ്ധയോടെയും അവയെ തരണം ചെയ്ത് മുമ്പോട്ട് പോകാൻ പരിശ്രമിക്കുക. കച്ചവടക്കാർക്ക് സാമ്പത്തിക നഷ്ടങ്ങൾക്കിടയുണ്ട്. വളരെ സൂക്ഷ്മത പാലിക്കുക. അതോടൊപ്പം നിങ്ങളുടെ കസ്റ്റമർമാരുമായുള്ള ഇടപാടുകൾ, ബന്ധങ്ങൾ വളരെ നല്ല രീതിയിൽ തുടർന്നു കൊണ്ടുപോകാൻ ശ്രദ്ധിക്കുക. വ്യക്തിപരമായിട്ട് എല്ലാ കാര്യങ്ങളിലും കൂടുതൽ സൂക്ഷ്മത വെച്ച് പുലർത്തുക. ധനനഷ്ടങ്ങൾക്ക് സാധ്യതയുള്ളതുകൊണ്ട് പ്രത്യേകം ജാഗ്രത ഉണ്ടായിരിക്കുക. യാത്രാക്ലേശം, അലച്ചിൽ ഇവയൊക്കെ ഉണ്ടായേക്കാം, ശ്രദ്ധിക്കുക. ആരോഗ്യകാര്യങ്ങളിൽ കൂടുതൽ സൂക്ഷ്മത വെച്ച് പുലർത്തുക. വിദ്യാർത്ഥികൾ പഠനകാര്യങ്ങളിൽ വളരെയധികം ശ്രദ്ധ നൽകുക. ഇല്ലാത്ത പക്ഷം നിങ്ങളുടെ ഉപരിപഠന കാര്യത്തിലുമൊക്കെ ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാനുള്ള സാധ്യത കൂടുതലാണ്. നിങ്ങളുടെ ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ട മാറ്റങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു വർഷമാണ് 2026. സുഹൃത്ത് ബന്ധങ്ങളും വ്യക്തിബന്ധങ്ങളും നിലനിർത്തിക്കൊണ്ടു പോകുന്നതിന് നന്നായിട്ട് പരിശ്രമിച്ചു കൊള്ളണം. സംഭാഷണത്തിൽ വേണ്ടത്ര കരുതലും മിതത്വവും ശീലിക്കുക. മനസ്സിന് ടെൻഷനും പിരിമുറുക്കവും കൂട്ടുന്ന രീതിയിലുള്ള ഒരു കാര്യത്തിലും ഇടപെടാതെ ഇരിക്കുവാൻ ശ്രദ്ധിക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ അപ്രതീക്ഷിതമായി ഉണ്ടാകാവുന്നതായ ഒരു ഗുരുബന്ധമോ ഒരു ആത്മീയ ബന്ധമോ നിങ്ങളുടെ ജീവിതത്തിൽ വളരെ വലിയ വഴിത്തിരിവുകൾക്ക് കാരണമാകാനുള്ള സാധ്യത കാണുന്നുണ്ട്. നിങ്ങളുടെ ജനന തീയതിയും സമയവും അനുസരിച്ചുള്ള സമഗ്രമായ രാശിചിന്തയിലൂടെ വസ്തുതകൾ അറിഞ്ഞ് മുമ്പോട്ട് പോകുന്നത് ഉത്തമമാണ്. കുടുംബത്തിൽ വച്ച ആരാധനകളുടെ സ്ഥാനങ്ങളുണ്ടെങ്കിൽ അത് വേണ്ട രീതിയിൽ പരിപാലിക്കുവാൻ ശ്രദ്ധിക്കുക. തൃക്കേട്ട നാളുകാരെ സംബന്ധിച്ച് ഗുണങ്ങളും ദോഷങ്ങളും ഇടകലർന്ന ഒരു സമയമാണ് ഇപ്പോഴുള്ളത്. മനസ്സിൽ വിചാരിക്കുന്നത് പോലെ എല്ലാ കാര്യങ്ങളും പെട്ടെന്ന് കൃത്യമായിട്ട് നടന്നുകൊള്ളണമെന്നില്ല. അപ്രതീക്ഷിതമായ തടസ്സങ്ങളോ ബുദ്ധിമുട്ടുകളോ നിങ്ങൾക്ക് അനുഭവപ്പെട്ടേക്കാം. യാത്രാക്ലേശം, അലച്ചിൽ ഇതിനൊക്കെയുള്ള സാധ്യതയുണ്ട്. ആരോഗ്യകാര്യങ്ങളിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതും ആവശ്യമാണ്. ധനനഷ്ടങ്ങൾ ഒഴിവാക്കുവാൻ സൂക്ഷ്മത പാലിക്കുക. ഇടപാടുകൾ ശ്രദ്ധിച്ച് നടത്തുക. മനസ്സിന് പ്രയാസമുണ്ടാകുന്ന സാഹചര്യങ്ങളും ഉണ്ടായേക്കാം. പുതിയ ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് ഒരൽപ്പം കാലതാമസമോ തടസ്സമോ ഉണ്ടായേക്കാം. നിങ്ങളുടെ കർമ്മരംഗത്ത് അത്ര അനുകൂലമല്ലാത്ത മാറ്റങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. നൂതനമായ സംരംഭങ്ങൾ തുടങ്ങുവാനുള്ള അവസരം നിങ്ങൾക്ക് ലഭിച്ചേക്കാം. ആ തുടങ്ങാൻ പോകുന്ന കാര്യത്തെപ്പറ്റി ആഴത്തിൽ പഠിച്ചു മനസ്സിലാക്കി തന്നെ വേണ്ടത് ചെയ്യുക. പുതിയ മേഖലകളിൽ പ്രവേശിക്കുന്നവർ വളരെ ജാഗ്രതയോടുകൂടി ചെയ്യുവാനായിട്ട് ശ്രമിക്കണം. വിവിധ തൊഴിൽ മേഖലകളിൽ സ്വന്തമായിട്ട് തൊഴിൽ ചെയ്തുകൊണ്ടിരിക്കുന്നവർ പ്രത്യേകമായിട്ട് ശ്രദ്ധ പാലിക്കേണ്ടതാണ്.
നിങ്ങളുടെ കർമ്മരംഗം നിലനിർത്തുന്നതിന് തന്നെ വളരെ പരിശ്രമിക്കേണ്ടതായിട്ട് കാണുന്നുണ്ട്. കച്ചവടക്കാർ സാമ്പത്തിക നഷ്ടം ഒഴിവാക്കാൻ വളരെ ശ്രദ്ധിച്ച് എല്ലാ ഇടപാടുകളും നടത്തേണ്ടതാണ്. നിങ്ങളുടെ ബിസിനസ് കുറഞ്ഞു പോകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. നിങ്ങളുടെ ഇടപാടുകാരുമായിട്ടുള്ള ബന്ധങ്ങൾ നല്ല രീതിയിൽ തുടർന്നു കൊണ്ടുപോകാൻ ശ്രദ്ധിക്കണം. ഏതു മേഖലയിലാണോ നിങ്ങൾ കച്ചവടങ്ങളും മറ്റും ചെയ്യുന്നത്, അതാത് മേഖലയെപ്പറ്റി വളരെ സൂക്ഷ്മമായി പഠിച്ചു മനസ്സിലാക്കിക്കൊണ്ട് പരിശ്രമം തുടരേണ്ടതാണ്. നിങ്ങളുടെ പ്രവർത്തന മേഖലയിലുള്ള അറിവ് കുറവുകൾ നിങ്ങൾക്ക് പ്രതികൂലമായ പല സാഹചര്യങ്ങൾക്കും കാരണമാകാം. വ്യക്തിപരമായി എല്ലാ ബന്ധങ്ങളും നല്ല രീതിയിൽ നിലനിർത്തിക്കൊണ്ടുപോകാൻ ശ്രദ്ധിക്കണം. പ്രണയബന്ധങ്ങളിൽ വിള്ളലുകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. വളരെ കരുതലോടും മിതത്വത്തോടും കൂടി എല്ലാവരോടും ഇടപെടണം. ആവശ്യമില്ലാത്ത കാര്യങ്ങളിലൊന്നും ഇടപെടാതിരിക്കുക. സംഭാഷണങ്ങളിൽ വേണ്ടത്ര ആത്മനിയന്ത്രണം ശീലിക്കുക. നല്ല സഹൃദയ മനോഭാവത്തോടുകൂടി എല്ലാവരോടും ഇടപെട്ട് ശീലിക്കുക. മനസ്സിൽ ശാന്തതയും നല്ല ഗുണങ്ങളും സൂക്ഷിക്കുക. ടെൻഷനും പിരിമുറുക്കവും ഒഴിവാക്കുന്നതിന് യോഗ, മെഡിറ്റേഷനൊക്കെ ശീലിക്കുന്നത് വളരെ നന്നായിരിക്കും. ജീവിതത്തിൽ നിർണായകമായ മാറ്റങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു വർഷമാണ് ഇത്. അപ്രതീക്ഷിതമായി ഉണ്ടാകാവുന്ന ചില കൂടിക്കാഴ്ചകൾ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾക്ക് കാരണമായേക്കാം. അവിചാരിതമായി വന്നു ചേരാവുന്ന ഒരു ആത്മീയമായ ബന്ധം നിങ്ങളുടെ ജീവിതത്തിൽ അടിമുടി വലിയ പരിണാമങ്ങൾ, മാറ്റങ്ങൾ ഇതൊക്കെ കൊണ്ടുവരുന്നതായിട്ട് കാണുന്നുണ്ട്. അതിനാൽ നിങ്ങളുടെ ജനനത്തീയതിയും സമയവും അനുസരിച്ച് സമഗ്രമായ രാശിചിന്ത ചെയ്ത് ഉചിത പ്രതിവിധികൾ ചെയ്ത് മുമ്പോട്ട് പോകുന്നതായാൽ എല്ലാ പുരോഗതിയും നിങ്ങൾക്ക് നേടിയെടുക്കാനായിട്ട് കഴിയുന്നതാണ്. മൂലം നാളുകാർക്ക് വളരെ അനുകൂലമായിട്ടുള്ള വർഷമാണ് 2026. പുതിയ ജോലിയിൽ പ്രവേശിക്കുവാൻ ശ്രമിക്കുന്നവർക്ക് ഉടനെ അത് സാധിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ആഗ്രഹിക്കുന്ന രീതിയിൽ നല്ല ജോലി നിങ്ങൾക്ക് ലഭിക്കുക തന്നെ ചെയ്യും. നിങ്ങളുടെ കർമ്മരംഗത്ത് വളരെ അനുകൂലമായ പരിവർത്തനങ്ങൾ പ്രതീക്ഷിക്കാം. തൊഴിൽ മേഖലയിൽ വളരെ ഗുണകരമായിട്ടുള്ള നല്ല മാറ്റങ്ങൾ ഉണ്ടാകും. വിവിധ മേഖലകളിൽ സ്വന്തമായി തൊഴിൽ ചെയ്തുകൊണ്ടിരിക്കുന്നവർക്കും ഉയർച്ചയും പുരോഗതിയും സാമ്പത്തിക നേട്ടങ്ങളും ഉണ്ടാകും. കച്ചവടക്കാർക്ക് നല്ല സാമ്പത്തിക വളർച്ച നേടാൻ കഴിയും. നിങ്ങളുടെ കച്ചവടം വ്യാപിപ്പിക്കാൻ കഴിയും. ബിസിനസ് മേഖലയെ വിപുലീകരിക്കുന്നതിന് അവസരമുണ്ടാകും. നൂതനമായ സംരംഭങ്ങൾ തുടങ്ങുന്നതിനും അത് എല്ലാ രീതിയിലും വിജയകരമായി സാമ്പത്തിക പുരോഗതിയിലേക്ക് എത്തുന്നതിനും നിങ്ങൾക്ക് അവസരം ലഭിക്കുന്നതാണ്. വിദ്യാർത്ഥികൾക്ക് നല്ല പഠന പുരോഗതി നേടാൻ സാധിക്കും. അതിലൂടെ ഉപരിപഠന രംഗത്ത് ആഗ്രഹിക്കുന്ന രീതിയിൽ മുമ്പോട്ട് പോകാൻ അവസരം ഉണ്ടാകും. നിങ്ങൾക്ക് വിവാഹാലോചനകളിൽ അധികം വൈകാതെ തീരുമാനമുണ്ടാകുന്നതാണ്. പ്രണയകാര്യങ്ങളിൽ ഒരു സഫലീകരണം വന്നു ചേരുന്നതായിട്ടും കാണുന്നുണ്ട്. അപ്രതീക്ഷിതമായ പല നേട്ടങ്ങളും ഉണ്ടാകും. ഗൃഹനിർമ്മാണം പൂർത്തീകരിച്ച് താമസം തുടങ്ങുവാൻ അവസരമുണ്ടാകുന്നതാണ്. വിദേശ രാജ്യങ്ങളിൽ ജോലിക്ക് പോകാൻ ശ്രമിക്കുന്നവർക്ക് അതിനുള്ള അവസരം വന്നു ചേരും. ആഗ്രഹിക്കുന്ന നല്ല ജോലി തന്നെ ലഭിക്കുന്നതാണ്. അന്യദേശങ്ങളിൽ വിവിധ മേഖലകളിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക് ഒട്ടേറെ ഗുണങ്ങൾ വന്നു ചേരുന്നതാണ്. തൊഴിൽ രംഗത്ത് സ്ഥാനക്കയറ്റം, ശമ്പള വർധനവ്, സാമ്പത്തിക പുരോഗതി, കൂടുതലായി സൗകര്യങ്ങൾ പലതും ലഭിക്കുക, ആഗ്രഹിക്കുന്ന രീതിയിലുള്ള നല്ല വാസസ്ഥാനം നേടിയെടുക്കുക, പുതിയ വാഹനം, ഇങ്ങനെ ഒട്ടേറെ നല്ല അനുഭവങ്ങൾ നിങ്ങൾക്ക് വന്നു ചേരുന്നതായിട്ട് കാണുന്നുണ്ട്. സംഭാഷണത്തിൽ കരുതലും മിതത്വവും ശീലിക്കുക. നല്ല രീതിയിൽ ബന്ധങ്ങളെ വളർത്തിക്കൊണ്ടുവരാൻ ശ്രമിക്കുക. നിങ്ങളുടെ ജനനത്തീയതി സമയവും അനുസരിച്ച് സമഗ്രമായ രാശിചിന്തയിലൂടെ ഉചിത പ്രതിവിധി ചെയ്ത് മുമ്പോട്ട് പോകുന്നതായാൽ എല്ലാ രീതിയിലുമുള്ള ഉയർച്ചയും പുരോഗതിയും ലഭിക്കുന്നതാണ്. പൂരാടം നാളുകാർക്ക് വളരെ അനുകൂലമായിട്ടുള്ള മാറ്റങ്ങൾ ഈ 2026 ഉണ്ടാകും.
ജീവിതത്തിൽ ദീർഘകാലമായി ആഗ്രഹിച്ചു കൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ നേടിയെടുക്കാൻ അവസരമുണ്ടാകുന്നതാണ്. സാമ്പത്തിക പുരോഗതി ലഭിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. വിദ്യാർത്ഥികൾക്ക് വളരെയധികം പഠന നേട്ടങ്ങളും ഉയർച്ചയും പുരോഗതിയും ആഗ്രഹിക്കുന്ന രീതിയിൽ ഉപരിപഠന നേട്ടങ്ങളും കൈവരിക്കാനായിട്ട് കഴിയുന്നതാണ്. ഉദ്യോഗസ്ഥന്മാരെ സംബന്ധിച്ച് എല്ലാ രീതിയിലുമുള്ള ഉയർച്ച, പുരോഗതി, സ്ഥാനക്കയറ്റം, ആഗ്രഹിക്കുന്ന സ്ഥലം മാറ്റം ഇതൊക്കെ വന്നു ചേരുന്നതായിട്ട് കാണുന്നുണ്ട്. കച്ചവടക്കാർക്ക് വലിയ സാമ്പത്തിക നേട്ടങ്ങൾ ലഭിക്കാനുള്ള സാധ്യത കാണുന്നുണ്ട്. ജീവിതത്തിൽ സുപ്രധാനമായ നല്ല മാറ്റങ്ങൾ നിങ്ങളെ തേടിയെത്താവുന്ന കാലഘട്ടമാണ് ഇത്. പുതിയ ജോലിയിൽ പ്രവേശിക്കാൻ അവസരമുണ്ടാകും. ഉദ്ദേശിക്കുന്നത് പോലെ നല്ല ജോലി തന്നെ നിങ്ങൾക്ക് കിട്ടുകയും ചെയ്യും. വിദേശ തൊഴിലിന് ശ്രമിക്കുന്നവർക്ക് അതും സാധിക്കും. ആഗ്രഹിക്കുന്ന രീതിയിൽ നല്ല പോസ്റ്റിൽ പ്രവേശിക്കാൻ നിങ്ങൾക്ക് അവസരം ലഭിക്കും. അന്യരാജ്യങ്ങളിൽ IT മേഖലയിലായാലും ബിസിനസ് മേഖലയിലായാലും പ്രവർത്തിക്കുന്നവർക്ക് വളരെ ഉയർച്ചയും പുരോഗതിയും ലഭിക്കുന്നതാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ തൊഴിൽ രംഗത്ത് സ്ഥാനക്കയറ്റം ലഭിക്കും. വരുമാനത്തിൽ വർധനവുണ്ടാകും. സാമ്പത്തികമായി നല്ല പുരോഗതി ലഭിക്കും. ജീവിതത്തിൽ ദീർഘകാലമായി ആഗ്രഹിച്ചു കൊണ്ടിരുന്ന ലക്ഷ്യങ്ങൾ നേടിയെടുക്കാൻ സാധിക്കും. നിങ്ങൾക്ക് അവിടെ കൂടുതലായിട്ട് സൗകര്യങ്ങൾ ലഭിക്കുന്നതാണ്. വളരെ നല്ല പുതിയ വാസസ്ഥാനം നേടിയെടുക്കാൻ സാധിക്കും. അതോടൊപ്പം പുതിയ വാഹനവും നിങ്ങൾക്ക് ലഭിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. കച്ചവടക്കാർക്ക് വളരെ സാമ്പത്തിക പുരോഗതി ഉണ്ടാകും. നിങ്ങൾക്ക് നിങ്ങളുടെ ബിസിനസ് മേഖലയെ വിപുലീകരിക്കാൻ കഴിയും. നിങ്ങൾ നിങ്ങളുടെ പ്രവർത്തന മേഖലയെപ്പറ്റി ശരിയായി പഠിച്ച് മനസ്സിലാക്കിക്കൊണ്ട് നന്നായി പരിശ്രമിച്ച് മുമ്പോട്ട് പോകുന്നതായാൽ നിങ്ങളുടെ കച്ചവട രംഗത്തെ വളരെ വിപുലീകരിച്ച് വലിയ നേട്ടങ്ങൾ അതിൽ നിന്ന് കൈവരിക്കാൻ കഴിയുന്നതാണ്. ദീർഘനാളായി ഉദ്ദേശിക്കുന്ന ചില ലക്ഷ്യങ്ങളൊക്കെ സാധിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ബന്ധങ്ങളിൽ വളരെ നല്ല മുന്നേറ്റം ലഭിക്കും. പ്രണയ സാഫല്യമുണ്ടാകാൻ ഇടയുണ്ട്. ഉത്തമമായ വിവാഹബന്ധം വന്നു ചേരാനുള്ള സാധ്യത കാണുന്നുണ്ട്. ജീവിതത്തിൽ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള പുരോഗതിയെല്ലാം ഉണ്ടാകും. മനസ്സിന് വളരെ ആനന്ദം ലഭിക്കുന്നതാണ്. നിങ്ങളുടെ ജീവിതത്തിൽ വളരെ വിസ്മയകരമായ വഴിത്തിരിവുകളുടെ കാലഘട്ടമാണിത്. അപ്രതീക്ഷിതമായി സംഭവിച്ചേക്കാവുന്ന ഒരു കൂടിക്കാഴ്ച ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾക്ക് കാരണമായേക്കാം. ആത്മീയമായ ഒരു ബന്ധം ജീവിതത്തിൽ വലിയ വഴിത്തിരിവുകൾ സൃഷ്ടിച്ചേക്കാം എന്നുള്ള അവസ്ഥയാണ് കാണുന്നത്. സമഗ്രവും സമ്പൂർണവുമായ രാശിചിന്തയിലൂടെ വസ്തുതകൾ കണ്ടെത്തി ഉചിത പ്രതിവിധികൾ ചെയ്ത് മുമ്പോട്ട് പോകുന്നതായാൽ എല്ലാ രീതിയിലുമുള്ള നേട്ടങ്ങളും വന്നു ചേരുന്നതാണ്. ഉത്രാടം നാളുകാരെ സംബന്ധിച്ച് ഗുണദോഷ സമ്മിശ്രമായൊരു കാലഘട്ടമാണ് ഇത്. 2026 അപ്രതീക്ഷിത തടസ്സങ്ങൾ പല കാര്യങ്ങളിലും ഉണ്ടാകാം. കർമ്മരംഗത്ത് ഒട്ടും ഗുണകരമല്ലാത്ത ചില സാഹചര്യങ്ങൾക്ക് ഇടയുണ്ട്. തൊഴിൽപരമായിട്ട് സാമ്പത്തിക നഷ്ടങ്ങളും കാര്യപരാജയങ്ങളും ഉണ്ടാകാം. വിവിധ മേഖലകളിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക് നഷ്ടങ്ങളുണ്ടാകാം. നിങ്ങളുടെ കർമ്മരംഗം നിലനിർത്തിക്കൊണ്ട് പോകാൻ വളരെ നല്ല പരിശ്രമം ആവശ്യമായി വന്നേക്കാം. കച്ചവടക്കാർക്ക് സാമ്പത്തിക നഷ്ടങ്ങൾക്ക് സാധ്യതയുണ്ട്. ഇടപാടുകൾ ശ്രദ്ധിച്ച് നടത്തുക. നിങ്ങളുടെ ബിസിനസ് രംഗത്തെപ്പറ്റി ആഴത്തിൽ പഠിച്ചു മനസ്സിലാക്കി വേണ്ട രീതിയിൽ മുമ്പോട്ട് കൊണ്ടുപോവുക. ബിസിനസ്സിൻ്റെ അളവ് കുറഞ്ഞു പോകാതെ സൂക്ഷിക്കുക. കസ്റ്റമർമാരുമായുള്ള ബന്ധം കൂടുതൽ ഊഷ്മളമായി തുടരുന്നതിന് പരിശ്രമിക്കുക. വിദ്യാർത്ഥികൾ പഠനകാര്യങ്ങളിൽ അതീവ ശ്രദ്ധ കൊടുക്കുക. ഉപരിപഠനം നല്ല രീതിയിൽ മുമ്പോട്ട് പോകാൻ ഇത് ആവശ്യമാണ്. യാത്രാക്ലേശം, അലച്ചിൽ ഇവയൊക്കെ ഉണ്ടാകാം. ശ്രദ്ധിക്കുക. ആരോഗ്യകാര്യങ്ങളിലും സൂക്ഷ്മത പാലിക്കുക. ബന്ധങ്ങളിൽ വിള്ളൽ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. വളരെ കരുതലും സൂക്ഷ്മതയും പാലിച്ച് മുമ്പോട്ട് പോവുക. സംഭാഷണത്തിൽ വളരെ ആത്മനിയന്ത്രണങ്ങൾ
ശീലിക്കുക. ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ ഇടപെടാതിരിക്കുക. മനസ്സിൻ്റെ ടെൻഷൻ, പിരിമുറുക്കം ഇവയൊക്കെ ഒഴിവാക്കാനായിട്ട് നല്ലതുപോലെ പരിശ്രമിക്കുക. വളരെ ലാളിത്യ മനോഭാവത്തോടുകൂടി എല്ലാ കാര്യങ്ങളും ഉൾക്കൊണ്ട് മുമ്പോട്ട് പോകാൻ ശ്രമിക്കേണ്ടതാണ്. വിവാഹാലോചനകളിൽ തീരുമാനമാകാനുള്ള സാധ്യതയുണ്ട്. ഉത്തമ വിവാഹബന്ധം വന്നു ചേരാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. സമഗ്രവും സമ്പൂർണവുമായ സൂര്യരാശി ചിന്തയിലൂടെ ഉചിതമായ പ്രതിവിധികൾ കണ്ടെത്തി ചെയ്ത് മുമ്പോട്ട് പോകേണ്ടതാണ്. നിങ്ങളുടെ കുടുംബത്തിൽ കാവുകളോ മറ്റ് വെച്ച ആരാധന സ്ഥാനങ്ങളോ ഉണ്ടെങ്കിൽ അതിൻ്റെ ദൈവാധീന സ്ഥിതിയൊക്കെ ശരിയായി ചിന്തിച്ച് മനസ്സിലാക്കി വേണ്ട പരിഹാരങ്ങൾ ചെയ്യുക. തിരുവോണം നാളിന് ഗുണദോഷ സമ്മിശ്ര ഫലങ്ങളാണ് കാണുന്നത്. അപ്രതീക്ഷിതമായ തടസ്സങ്ങൾ പല കാര്യങ്ങളിലും ഉണ്ടാകാം. സാമ്പത്തിക നഷ്ടങ്ങൾക്ക് സാധ്യതയുണ്ട്. കാര്യപരാജയങ്ങൾ അനുഭവപ്പെടാം. മനസ്സിന് വളരെ പ്രയാസകരമായിട്ടുള്ള സാഹചര്യങ്ങളൊക്കെ ഉണ്ടാകാം. ബന്ധങ്ങളിൽ അസ്വാരസ്യങ്ങൾക്കും സാധ്യത കാണുന്നുണ്ട്. പുതിയ ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് ഒരല്പം കാലതാമസം ഉണ്ടാകാം. ചെറിയ തടസ്സങ്ങളും കാണുന്നുണ്ട്. ക്ഷമയോടുകൂടി പരിശ്രമം തുടരുക. നിങ്ങളുടെ കർമ്മരംഗത്ത് അത്ര ഗുണകരമല്ലാത്ത ചില മാറ്റങ്ങൾക്ക് ഇടയുള്ളതായിട്ട് കാണുന്നുണ്ട്. സൂക്ഷ്മതയോടുകൂടി പരിശ്രമിക്കുക. വിദേശ രാജ്യങ്ങളിൽ ജോലിക്ക് പോകാൻ ശ്രമിക്കുന്നവർക്കും പല തടസ്സങ്ങളും അനുഭവപ്പെട്ടേക്കാം. അങ്ങനെയുള്ള ശ്രമങ്ങളിൽ ധനനഷ്ടമോ മറ്റു പ്രയാസങ്ങളോ ഉണ്ടാകാതെ വേണ്ടത്ര കരുതൽ എടുക്കണം. കച്ചവട രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് സാമ്പത്തിക നഷ്ടങ്ങൾക്കിടയുള്ളതിനാൽ ഇടപാടുകൾ ശ്രദ്ധിച്ച് നടത്തുക. കച്ചവടത്തിൻ്റെ അളവ് കുറഞ്ഞു പോകാതെ ശ്രദ്ധ പാലിക്കുക. ബിസിനസ്സിൽ കൂടുതൽ ശ്രദ്ധയും പരിഗണനയും കൊടുക്കുക. ബന്ധങ്ങളെ നല്ല രീതിയിൽ നിലനിർത്തിക്കൊണ്ടുപോകാൻ ശ്രമിക്കേണ്ടതാണ്. വിവാഹ ആലോചനകളിൽ ഒരല്പം കാലതാമസമൊക്കെ ഉണ്ടായേക്കാം. എങ്കിലും പരിശ്രമം തുടരുക. നിങ്ങളുടെ ജീവിതത്തിൽ വളരെ സുപ്രധാനമായ മാറ്റങ്ങളുടെ ഒരു കാലഘട്ടമാണ് കാണുന്നത്. കലാകാരന്മാരെ സംബന്ധിച്ചും കലാകാരികളെ സംബന്ധിച്ചും തീരുമാനങ്ങൾ എടുക്കുമ്പോൾ വളരെ ശ്രദ്ധിച്ച് കൈക്കൊള്ളേണ്ടതാണ്. ഉദ്യോഗസ്ഥർക്ക് അത്ര ഗുണകരമല്ലാത്ത ചില സാഹചര്യങ്ങൾ ഉള്ളതുകൊണ്ട് വളരെ ശ്രദ്ധയോടുകൂടി എല്ലാ കാര്യങ്ങളും ചെയ്ത് മുമ്പോട്ട് പോവുക. ആരോഗ്യകാര്യങ്ങളിൽ കൂടുതൽ സൂക്ഷ്മത പാലിക്കുക. സംഭാഷണത്തിൽ വേണ്ടത്ര കരുതലും മിതത്വവും ശീലിക്കുക. സമഗ്രവും സമ്പൂർണവുമായ രാശിചിന്തയിലൂടെ ഉചിത പ്രതിവിധി കണ്ടെത്തി അത് അനുഷ്ഠിച്ച് മുമ്പോട്ട് പോകുന്നതായാൽ ഏത് പ്രതിബന്ധങ്ങളെയും തരണം ചെയ്ത് നല്ല ഉയർച്ചയും പുരോഗതിയും 2026 നേടിയെടുക്കാൻ തന്നെ സാധിക്കും. അവിട്ടം നാളുകാർക്ക് പൊതുവെ അനുകൂലമായിട്ടുള്ള മാറ്റങ്ങൾ പലതും ഉണ്ടാകുന്നതായിട്ട് കാണുന്നുണ്ട്. മനസ്സിൽ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളൊക്കെ സാധിക്കുന്നതാണ്. സാമ്പത്തിക നേട്ടങ്ങളുണ്ടാകും. കാര്യ പുരോഗതി കാണുന്നുണ്ട്. മനസ്സിൽ ഉദ്ദേശിച്ച രീതിയിലുള്ള വിവാഹബന്ധം വന്നു ചേരാൻ ഇടയുണ്ട്. വിദ്യാർത്ഥികൾക്ക് നല്ല പഠന പുരോഗതിയും നേട്ടങ്ങളും ഉണ്ടാകും. ഉപരിപഠന കാര്യങ്ങളിൽ ആഗ്രഹിക്കുന്നത് പോലെ കാര്യങ്ങൾ നടന്നേക്കാം. കച്ചവട രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് സാമ്പത്തികമായ ഉയർച്ചയും പുരോഗതിയും കൈവരിക്കാൻ കഴിയും. കുടുംബത്തിൽ സ്വസ്ഥതയും സന്തോഷവുമൊക്കെ നിലനിൽക്കുകയും ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. പുതിയ ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് അധികം വൈകാതെ അത് സാധിക്കും. നല്ല ജോലിയിൽ പ്രവേശിക്കാൻ അവസരമുണ്ടാകും. വിദേശ തൊഴിലിന് ശ്രമിക്കുന്നവർക്ക് അതും സാധിക്കും. അന്യദേശങ്ങളിൽ IT, ബിസിനസ് മേഖലകളിലൊക്കെ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നവർക്കും പലവിധ നേട്ടങ്ങൾ ഉണ്ടാകാവുന്ന സമയം തന്നെയാണ്. വിദ്യാർത്ഥികൾക്ക് പഠനകാര്യങ്ങളിൽ നല്ല പഠന പുരോഗതിയും ഉയർച്ചയും കൈവരിക്കാൻ കഴിയും. കച്ചവടക്കാർക്ക് നല്ല സാമ്പത്തിക നേട്ടങ്ങളുണ്ടാകും. കച്ചവടം കൂടുതൽ വിപുലീകരിക്കാൻ സാധിക്കും. ബിസിനസ് രംഗത്ത് കൂടുതൽ മേഖലകളിൽ പ്രവർത്തിക്കാനുള്ള അവസരം ഉണ്ടാകുകയും അതെല്ലാം വലിയ നേട്ടങ്ങൾക്ക് കാരണമാകുകയും ചെയ്യുന്നതാണ്. ജീവിതത്തിൽ നല്ല ഉയർച്ചയും പുരോഗതിയും കൈവരിക്കും. ദീർഘകാലമായി ആഗ്രഹിക്കുന്ന ലക്ഷ്യങ്ങൾ നേടിയെടുക്കാൻ നിങ്ങൾക്ക് അവസരമുണ്ടാവുകയും ചെയ്യും.
നിങ്ങളുടെ ജീവിതത്തിൽ വളരെ അത്ഭുതകരമായ മാറ്റങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുള്ള വഴിത്തിരിവിൻ്റെ കാലഘട്ടമാണ് ഇത്. അവിചാരിതമായി ജീവിതത്തിൽ ഉണ്ടാകാവുന്ന ഒരു കൂടിക്കാഴ്ച നിങ്ങളുടെ ജീവിതത്തിൽ വലിയ പരിവർത്തനങ്ങൾക്ക് കാരണമായേക്കാം. അപ്രതീക്ഷിതമായി വന്നു ചേരുന്ന ഒരു ആത്മീയ ബന്ധം ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ വരുത്താനുള്ള സാധ്യത കാണുന്നുണ്ട്. സമഗ്രവും സമ്പൂർണവുമായ രാശിചിന്തയിലൂടെ വസ്തുതകൾ കണ്ടെത്തി വേണ്ട പരിഹാരങ്ങൾ ചെയ്ത് മുമ്പോട്ട് പോകുന്നതായാൽ എല്ലാ നേട്ടങ്ങളും ഇനിയും കൈവരിക്കാൻ കഴിയുന്നതാണ്. ചതയം നാളുകാരെ സംബന്ധിച്ച് ഗുണദോഷ സമ്മിശ്ര ഫലമാണ് കാണുന്നത്. നിങ്ങളുടെ കർമ്മരംഗത്ത് അത്ര അനുകൂലമല്ലാത്ത മാറ്റങ്ങൾ പലതും ഉണ്ടാകാം. ജീവിതത്തിൽ ഉദ്ദേശിക്കുന്ന രീതിയിൽ പെട്ടെന്ന് കാര്യങ്ങളൊന്നും മുമ്പോട്ട് പോകുന്നില്ല എന്നുള്ള അവസ്ഥയുണ്ടാകാം. മനപ്രയാസങ്ങൾക്ക് ഇടയുണ്ട്. യാത്രാക്ലേശവും അലച്ചിലും ശാരീരിക ബുദ്ധിമുട്ടുകളും അനുഭവപ്പെടാം. സാമ്പത്തിക നഷ്ടങ്ങൾക്കും സാധ്യത ഉണ്ട്. പുതിയ ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് തടസ്സങ്ങൾ അനുഭവപ്പെടും. കാലതാമസവും ഉണ്ടാകാം. അന്യ രാജ്യങ്ങളിൽ ജോലിക്ക് പോകാൻ ശ്രമിക്കുന്നവർക്കും ഈ തടസ്സങ്ങളും കാലതാമസങ്ങളുമൊക്കെ ഉണ്ടായേക്കാം. അങ്ങനെയുള്ള പരിശ്രമങ്ങളിൽ സാമ്പത്തിക നഷ്ടങ്ങളോ മറ്റു പോരായ്മകളോ ഉണ്ടാകാതെ വളരെ ശ്രദ്ധിക്കുക. നൂതനമായ സംരംഭങ്ങൾ തുടങ്ങുവാൻ ശ്രമിക്കുന്നവർക്ക് ആ വിഷയത്തിൽ വളരെ പഠിച്ച് മനസ്സിലാക്കിക്കൊണ്ട് മാത്രമേ ഇറങ്ങുവാൻ പാടുള്ളൂ. ഇല്ലാത്ത പക്ഷം പല പരാജയങ്ങൾക്കും ഇടയുണ്ട്. യാത്രാക്ലേശം അലച്ചിലിവ ഉണ്ടാകുമെന്നതിനാൽ ആരോഗ്യകാര്യങ്ങളിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. കച്ചവടങ്ങൾ ചെയ്യുന്നവർ നഷ്ടങ്ങൾ ഒഴിവാക്കാൻ വളരെ സൂക്ഷിക്കേണ്ടതാണ്. നിങ്ങളുടെ വ്യക്തിപരമായ ബന്ധങ്ങൾ നിലനിർത്തി കൊണ്ടുപോകുന്നതിന് വളരെ നല്ല പരിശ്രമം ആവശ്യമായിട്ട് കാണുന്നുണ്ട്. ദീർഘകാലമായി മനസ്സിൽ ഉദ്ദേശിക്കുന്ന ചില കാര്യങ്ങളൊക്കെ നടന്നേക്കാം. നിങ്ങളുടെ ജീവിതത്തിൽ നിർണായകമായ മാറ്റങ്ങൾക്ക് കാരണമായേക്കാവുന്ന ചില വഴിത്തിരിവുകൾ ഉണ്ടാകാവുന്ന സാഹചര്യം കാണുന്നുണ്ട്. നിങ്ങളുടെ ജീവിതത്തിൽ അപ്രതീക്ഷിതമായ ദുഃഖങ്ങളോ പ്രയാസങ്ങളോ അനുഭവപ്പെടുന്നതിനുള്ള ഒരു സാധ്യതയും കാണുന്നുണ്ട്. അതുകൊണ്ട് ജനന തീയതിയും സമയവും അനുസരിച്ച് സമഗ്രവും സമ്പൂർണവുമായ ഒരു രാശിവിചിന്തനം നടത്തി ഉചിത പ്രതിവിധികൾ ചെയ്ത് മുമ്പോട്ട് പോകേണ്ടത് അത്യാവശ്യമാണ്. പൂരുരുട്ടാതി നാളുകാർക്ക് ഗുണദോഷ സമ്മിശ്ര ഫലമാണ് കാണുന്നത്. പുതിയ ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് ചില നേട്ടങ്ങളൊക്കെ ഉണ്ടാകും. മനസ്സിൽ ഉദ്ദേശിക്കുന്ന രീതിയിൽ ജോലിയിൽ പ്രവേശിക്കുവാൻ അവസരം ലഭിക്കും. നിങ്ങളുടെ കർമ്മരംഗത്ത് ചില അനുകൂലമായ മാറ്റങ്ങൾ ഉണ്ടാകും. സാമ്പത്തിക പുരോഗതി, പല വിധത്തിലുള്ള നേട്ടങ്ങൾ ഇതൊക്കെ കൈവരിക്കാൻ സാധിക്കുന്നതാണ്. വിവിധ മേഖലകളിൽ സ്വന്തമായി ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നവർക്കും നല്ല രീതിയിലുള്ള പുരോഗതിയും ഉയർച്ചയും നേടിയെടുക്കാനായിട്ട് അവസരം വന്നു ചേരുന്നതായിട്ട് കാണുന്നുണ്ട്. കച്ചവടക്കാർക്ക് സാമ്പത്തിക ഇടപാടുകളിൽ കൂടുതൽ ശ്രദ്ധ ആവശ്യമാണ്. നിങ്ങൾ പ്രതീക്ഷിക്കുന്ന രീതിയിലുള്ള ഒരു ഉയർച്ചയോ പുരോഗതിയോ ഉണ്ടാകുന്നതിന് കാലതാമസം നേരിട്ടേക്കാം. നിങ്ങളുടെ പ്രവർത്തന മേഖലയെപ്പറ്റി ആഴത്തിൽ പഠിച്ചു മനസ്സിലാക്കിക്കൊണ്ട് നല്ല രീതിയിൽ പരിശ്രമിക്കേണ്ട സാഹചര്യം കാണുന്നുണ്ട്. വ്യക്തിപരമായ ബന്ധങ്ങൾ നല്ല രീതിയിൽ നിലനിർത്തിക്കൊണ്ടു പോകുന്നതിന് വളരെ ജാഗ്രത കാണിക്കുക. സംഭാഷണങ്ങളിൽ കരുതലും മിതത്വവും ശീലിക്കുക. പ്രണയബന്ധങ്ങൾ ഉത്തരവാദിത്വത്തോടുകൂടി തുടർന്നു കൊണ്ടുപോകാൻ വേണ്ട പരിശ്രമം ഉണ്ടാകേണ്ടതാണ്. വിവിധ മേഖലകളിൽ സ്വന്തം തൊഴിൽ ചെയ്തുകൊണ്ടിരിക്കുന്നവർ വളരെ കരുതലോടുകൂടിയ പരിശ്രമങ്ങൾ നടത്തി മുമ്പോട്ട് പോകണം. ഔദ്യോഗിക രംഗത്ത് പ്രവർത്തിക്കുന്നവർ പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുക്കുമ്പോൾ വളരെ സൂക്ഷ്മത പാലിക്കേണ്ടത് അത്യാവശ്യമാണ്. വിദേശ രാജ്യങ്ങളിൽ ജോലിക്ക് പോകാൻ ശ്രമിക്കുന്നവർ അങ്ങനെയുള്ള ശ്രമങ്ങളിൽ ധനനഷ്ടങ്ങളോ മറ്റ് പോരായ്മകളോ ഉണ്ടാകാതെ ഇരിക്കുവാൻ
വേണ്ടത്ര കരുതലോടുകൂടി പരിശ്രമിക്കേണ്ടത് ആവശ്യമാണ്. നിങ്ങളുടെ ജീവിതത്തിൽ വളരെ സുപ്രധാനമായ മാറ്റങ്ങൾക്ക് കാരണമായേക്കാവുന്ന ഒരു കാലഘട്ടമാണ് വരാൻ പോകുന്നത്. അതുകൊണ്ട് സമഗ്രവും സമ്പൂർണവുമായ രാശിചിന്തയിലൂടെ വസ്തുതകൾ കണ്ടെത്തി ഉചിത പ്രതിവിധി ചെയ്ത് മുമ്പോട്ട് പോവുക. ഉത്രട്ടാതി നക്ഷത്രക്കാർക്ക് പൊതുവെ അനുകൂലമായിട്ടുള്ള ഒരു കാലഘട്ടമാണ് വരാൻ പോകുന്നത്. മനസ്സിൽ ഉദ്ദേശിക്കുന്ന രീതിയിൽ പല കാര്യങ്ങളിലും പ്രയോജനങ്ങൾ ഉണ്ടാകും. പുതിയ ജോലിക്ക് വേണ്ടി ശ്രമിക്കുന്നവർക്കത് സാധിക്കും. സാമ്പത്തികമായ നേട്ടങ്ങൾ കൈവരിക്കാനായിട്ട് അവസരമുണ്ടാവുകയും ചെയ്യും. നിങ്ങളുടെ കർമ്മരംഗത്ത് അനുകൂലമായ പല മാറ്റങ്ങളും വന്നു ചേരും. നൂതന സംരംഭങ്ങൾ തുടങ്ങുവാനുള്ള അവസരം നിങ്ങളിൽ പലർക്കും ലഭിക്കും. അതിലൂടെ സാമ്പത്തിക പുരോഗതി കൈവരിക്കാൻ കഴിയും. വിദ്യാർത്ഥികൾക്ക് നല്ല പഠന പുരോഗതി നേടിയെടുക്കാൻ സാധിക്കും. അതിലൂടെ ജീവിതത്തിൽ വളരെയധികം ആഗ്രഹിക്കുന്ന രീതിയിൽ ഉപരിപഠന നേട്ടങ്ങൾ കൈവരിക്കാൻ സാധ്യമാകുന്നതാണ്. കച്ചവടക്കാർക്ക് നല്ല പുരോഗതി ഉണ്ടാകും. സാമ്പത്തികമായി നല്ല നേട്ടങ്ങൾ കിട്ടും. നിങ്ങളുടെ ബിസിനസ് ശൃംഖലയെ കൂടുതൽ വിപുലീകരിക്കാൻ സാധിക്കും. കൂടുതൽ പുതിയ മേഖലകളിൽ ബിസിനസ് വ്യാപിപ്പിക്കുന്നതിനും അതുവഴി വലിയ പുരോഗതി നേടിയെടുക്കുന്നതിനും സാധിക്കും. നിങ്ങളുടെ വിവാഹ ആലോചനകളിൽ അധികം വൈകാതെ തീരുമാനമുണ്ടാകുന്നതാണ്. പ്രണയകാര്യങ്ങളിൽ സാഫല്യം കൈവരുന്നതിനുള്ള സാധ്യതയും കാണുന്നു. ദീർഘകാലമായി മനസ്സിൽ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളിൽ ഒരു പൂർണ്ണത ഉണ്ടാകുന്നതായിട്ട് കാണുന്നുണ്ട്. ഗൃഹനിർമ്മാണം ആഗ്രഹിക്കുന്നവർക്ക് അധികം വൈകാതെ അത് പൂർത്തീകരിച്ച് താമസം തുടങ്ങുവാനായിട്ട് സാധിക്കുന്നതാണ്. ജീവിതത്തിൽ വളരെ സുപ്രധാനമായ നല്ല മാറ്റങ്ങളുടെ ഒരു കാലഘട്ടം ഉണ്ടായേക്കാം. അതേസമയം ആരോഗ്യകാര്യങ്ങളിൽ ശ്രദ്ധ വേണം. ബന്ധങ്ങൾ ചില സന്ദർഭങ്ങളിൽ അസ്വാരസ്യങ്ങൾക്ക് വിധേയമാകാൻ സാധ്യതയുണ്ട്. സംഭാഷണങ്ങളിൽ കരുതലും മിതത്വവും ശീലിക്കേണ്ടത് ആവശ്യമാണ്. നിങ്ങളുടെ വ്യക്തിപരമായ ഇടപെടലുകളിൽ ശാന്തതയും സഹനശക്തിയും ഉണ്ടായിരിക്കേണ്ടത് അത്യാവശ്യമാണ്. ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ ഇടപെടാതെ മാറി നിൽക്കേണ്ടത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. മനസ്സിൻ്റെ ടെൻഷനും പിരിമുറുക്കവും ഒഴിവാക്കാനായിട്ട് നല്ലതുപോലെ പരിശ്രമം നടത്തി മുമ്പോട്ട് പോകേണ്ടതാണ്. ജീവിതത്തിൽ വരാൻ പോകുന്ന കാലഘട്ടത്തിൽ വളരെ പ്രധാനപ്പെട്ട വലിയ പരിവർത്തനങ്ങൾ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. സമഗ്രവും സമ്പൂർണവുമായ രാശിചിന്തയിലൂടെ വസ്തുതകൾ കണ്ടെത്തി ഉചിത പ്രതിവിധി ചെയ്ത് മുമ്പോട്ട് പോവുക. രേവതി നാളുകാരെ സംബന്ധിച്ച് ഗുണദോഷ സമ്മിശ്ര കാലഘട്ടമാണ് ഇപ്പോൾ. ജോലിയിൽ പ്രവേശിക്കുന്നതിന് ചില തടസ്സങ്ങളോ കാലതാമസങ്ങളോ ഉണ്ടായേക്കാം. വിവിധ മേഖലകളിൽ സ്വന്തമായി തൊഴിലുകൾ ചെയ്യുന്നവർക്കും ഉദ്ദേശിക്കുന്ന രീതിയിൽ കാര്യങ്ങൾ മുമ്പോട്ട് പോയില്ലെന്ന് വരും. നിങ്ങളുടെ കർമ്മരംഗം നല്ല രീതിയിൽ തുടർന്നു കൊണ്ടുപോകാൻ വളരെ പരിശ്രമം വേണ്ടിവരും. കച്ചവടക്കാർക്ക് സാമ്പത്തിക നഷ്ടങ്ങൾക്കിടയുണ്ട്. അതുകൊണ്ട് ശ്രദ്ധിച്ചിടപാടുകൾ നടത്തുക. നിങ്ങളുടെ കച്ചവടത്തിൻ്റെ അളവ് കുറഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. നിങ്ങളുടെ ഇടപാടുകാരുമായുള്ള ബന്ധങ്ങൾ നല്ല രീതിയിൽ തുടർന്നു കൊണ്ടുപോകാൻ ശ്രമിക്കണം. കൂടുതൽ മേഖലകളിലേക്ക് നിങ്ങളുടെ ബിസിനസ് വ്യാപിപ്പിക്കാനും ശ്രമിക്കണം. നിങ്ങളുടെ വ്യക്തിബന്ധങ്ങളെ നല്ല രീതിയിൽ നിലനിർത്തിക്കൊണ്ടുപോകുന്നതിന് നല്ല പരിശ്രമം ആവശ്യമാണ്. സംഭാഷണങ്ങളിൽ വേണ്ടത്ര കരുതലും മിതത്വവും ശീലിക്കുക. എല്ലാവരോടും വളരെ ശാന്തതയോടെയും സഹനശക്തിയോടെയും ഇടപെട്ട് ശീലിക്കേണ്ടത് ആവശ്യമാണ്. അപ്രതീക്ഷിതമായ പ്രയാസങ്ങളോ മനോദുഃഖങ്ങളോ ഉണ്ടാകാൻ സാധ്യത ഉണ്ട്. ക്ഷമയോടെയും വേണ്ടത്ര കാര്യപ്രാപ്തിയോടെയും എല്ലാ പ്രതിസന്ധി ഘട്ടങ്ങളും തരണം ചെയ്യാനായിട്ട് നിങ്ങൾ പരിശ്രമിക്കേണ്ടതാണ്. നിങ്ങളുടെ ജീവിതത്തിൽ വളരെ സുപ്രധാനമായ മാറ്റങ്ങൾക്ക് ഇടയുള്ള കാലഘട്ടമാണ്. ഗൃഹനിർമ്മാണം നടത്തിക്കൊണ്ടിരിക്കുന്നവർ പാഴ്ചെലവുകൾ ഒഴിവാക്കാൻ വളരെയധികം ശ്രദ്ധിക്കേണ്ടത് ആവശ്യമാണ്. വിദേശ തൊഴിലിന് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നവരും അങ്ങനെയുള്ള ശ്രമങ്ങളിൽ ഏതെങ്കിലും രീതിയിൽ സാമ്പത്തിക നഷ്ടങ്ങളോ
പോരായ്മകളോ ഉണ്ടാകാതെ വളരെ ശ്രദ്ധിക്കേണ്ടത് ആവശ്യമാണ്. സമഗ്രവും സമ്പൂർണവുമായ സൂര്യരാശി ചിന്തയിലൂടെ ഉചിത പ്രതിവിധികൾ കണ്ടെത്തി അനുഷ്ഠിച്ച് മുമ്പോട്ട് പോകുന്നതായാൽ എല്ലാ രീതിയിലുമുള്ള ഉയർച്ചയും പുരോഗതിയും ഉണ്ടാകുന്നതാണ്. നന്ദി, നമസ്കാരം.